വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. ഒരു വർഗീയതയെയും പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കരുത്. എല്ലാ വർഗീയതയോടും കർക്കശമായ നിലപാട് സ്വീകരിക്കണം. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. വാക്ക് പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലികഴിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല. മുഖാമുഖം വന്നപ്പോൾ ആരും മുമ്പൻ സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ചേരുകയാണ്. ശ്രീ ജേക്സി തോമസ് CPM-ൽ നിന്ന്, ശ്രീ നൌഷാദ് അലി കോൺഗ്രസിൽ നിന്ന്, ശ്രീ VP ശ്രീപത്മനാഭൻ BJP-യിൽ നിന്ന്, ശ്രീ ജവാദ് മുസ്തഫ സുന്നി ആക്ടിവിസ്റ്റ്. എല്ലാവർക്കും സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക്. ശ്രീ നൌഷാദ് അലി, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ നൌഷാദ് അലി, എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ ഒരു വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയെ വിമർശിച്ച് സംസാരിക്കേണ്ടി വന്നത്, ഈ തരത്തിൽ പ്രതികരിക്കേണ്ടി വന്നത്? ഇവിടെ മാധു, നമുക്കിത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം അത് അദ്ദേഹം എഴുതി തയ്യാറാക്കിക്കൊണ്ട് വന്നൊരു പ്രസംഗമാണ്. ബോധപൂർവം ആ പ്രസംഗത്തിനകത്ത് കയ്യടി മേടിക്കാനും തങ്ങളാണ് മതേതരത്വത്തിൻ്റെ ചാമ്പ്യൻ, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് അവസരവാദപരമാണ് എന്നുള്ളത് ഒറ്റനോട്ടത്തിൽ അത് കേൾക്കുന്ന ആർക്കും ബോധ്യമാകുന്ന ഒന്നാണ്. അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രചരണത്തിന് ഒരു വേദിയെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മുഖ്യമന്ത്രി 1 മണിക്കൂറിലധികം എടുത്ത് പ്രസംഗിച്ച് പറഞ്ഞതിന് ഒരു 7-8 മിനിറ്റിനകത്ത് 1-2 വാചകങ്ങളിലൂടെ അതിനൊരു മറുപടി നൽകി എന്നുള്ളത്, അതിനപ്പുറത്ത് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടു നിന്ന പ്രേക്ഷകർക്കും കേട്ടു നിന്ന പിന്നെ അവിടെ തടിച്ചുകൂടിയ 10,000-കണക്കിന് പ്രവർത്തകർക്കും ഒക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് കേരള രാഷ്ട്രീയവും സാമൂഹിക മണ്ഡലമൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം, CPM-നെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ഭൂരിപക്ഷ പ്രീണന അജണ്ട പുറത്തെടുക്കും. ലോക്സഭ വരുമ്പോൾ ന്യൂനപക്ഷ പ്രീണനത്തിൽ ഇറങ്ങി പുറപ്പെടും. അതൊരു സ്ഥിരം പതിവ് കാഴ്ചയാണ്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ മാറി മാറി വർഗീയതയെ പുൽകുകയും അതിന് വേണ്ട നെറേറ്റീവുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനെ അതിൻ്റെ ഉറവിടത്തിൽ ചെന്ന് നിന്ന് എതിർക്കുക എന്നുള്ളത് ജനാധിപത്യത്തിലും മതേതരത്തിലും വിശ്വസിക്കുന്ന ആളുകളുടെ ബാധ്യതയാണ്. അതാണ് VD സതീശൻ നിറവേറ്റിയിട്ടുള്ളത്. ഇവിടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPM കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഉയർത്തിവിട്ടൊരു നരേറ്റീവ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2016 അവർ പറഞ്ഞത് ഇവിടെ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കുഞ്ഞുഞ്ഞും കുഞ്ഞുമാണിയും കുഞ്ഞാലിക്കുട്ടിയും ഭരിക്കുമെന്നായിരുന്നു. 2021 വന്നപ്പോൾ അവർ പറഞ്ഞത് ക്രിസ്ത്യൻ പേരുകൾ ഒഴിവാക്കി ഇസ്ലാമോഫോബിയയുടെ അന്തരീക്ഷമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അമീറും ഹസനും കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് ഭരിക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. സമാനമായിട്ടൊന്ന് പറഞ്ഞത് പണ്ട് നരേന്ദ്രമോദി ആയിരുന്നു. 2017 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ അഹമ്മദ് മിയ പട്ടേൽ മുഖ്യമന്ത്രിയാവുമെന്ന് അവിടെ അവർ പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ സമാനമായൊരു രാഷ്ട്രീയം കഴിഞ്ഞ 10 വർഷമായിട്ട് CPM പയറ്റുന്നു. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവരത് ഒന്നുകൂടി രൂക്ഷമായി അവരത് പയറ്റുന്നു. അതിനെ എതിർക്കുക എന്നുള്ളത് പ്രതിപക്ഷ നേതാവിൻ്റെ മാത്രം ബാധ്യതയല്ല, കേരളീയ പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയാണ്. അത് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായിട്ട് നിറവേറ്റി എന്നുള്ളതാണ് ആ പ്രസംഗത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു വേദി ഒരു മാനവികതയ്ക്ക് വേണ്ടി ശരി, ഞാനെങ്കിലേക്ക് വരാം. ശ്രീ VP ശ്രീപത്മനാഭൻ, നോക്കൂ, ഇതിപ്പോ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നിൽ നിൽക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നിൽ നിൽക്കുമ്പോഴും സമാനമായ സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതിന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ വളരെ സജീവമായി, വടകര തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ വളരെ സജീവമായ ചർച്ചാ വിഷയം സാമുദായിക രാഷ്ട്രീയത്തിൽ തട്ടിമുട്ടി തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിയമസഭയ്ക്ക് മുൻപ് ഇത്തരത്തിൽ ചൂടേറിയ വാഗ്ദാനം സാമുദായിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും ഉണ്ടാവുകയാണ്. അതും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഏറെക്കുറെ നേർക്കുനേർ എന്ന രീതിയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാവുകയാണ്. അല്ല, ഇത് കേരളത്തിൽ ഇന്നും ഇന്നലെ തുടങ്ങിയതാണോ? കേരളത്തിൽ എത്ര വർഷങ്ങളായി അല്ലെങ്കിൽ എത്ര പതിറ്റാണ്ടുകളായി ഇത് നടക്കുന്നു? കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയതയെ താലോലിച്ച് വോട്ട് നേടുക എന്നുള്ളത് ഇരു മുന്നണികളുടെയും തന്ത്രമാണ്. അതിനെവിടം വരെ പോയി? ജയിലിൽ കിടക്കുന്ന, ബോംബ് കേസിൽ ജയിലിൽ കിടക്കുന്ന
അബ്ദുൾ നാസർ മദനിയെ തുറന്നു വിടണമെന്ന് ഐകകണ്ഠേന പ്രമേയം പാസ്സാക്കുന്നതുവരെ എത്തി. ഐകകണ്ഠേനയാണ് പാസ്സാക്കിയത്. അതുവരെ ഈ പ്രീണനം എത്തി. എന്നിട്ട് എന്തൊക്കെ സംഭവിച്ചു? അബ്ദുൾ നാസർ മദനിയെ ജയിലിൽ നിന്ന് തെളിവില്ലാണ്ട് വിട്ട സമയത്ത് കൂടെ പിടിച്ചിരുത്തി 2009 തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ചു. ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ്റെയും പിണറായി വിജയൻ്റെയും നടുക്കാണ് കുറ്റിപ്പുറത്ത് അബ്ദുൾ നാസർ മദനിയെ ഇരുത്തിയത്. എന്നിട്ട് എന്ത് സംഭവിച്ചു എല്ലാവർക്കും അറിയാം. പിന്നെ UDF സംബന്ധിച്ചിടത്തോളം UDF മുസ്ലിം ലീഗ് എന്ന വലിയ ഘടകകക്ഷി, കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശക്തമായ പിന്തുണയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൻ്റെ ഉള്ളിലേക്ക്, അതായത് മലബാറിലെ മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ ഉള്ളിലേക്ക് പല തരത്തിലുള്ള അടവുകളും പയറ്റി ഇടതുപക്ഷം നുഴഞ്ഞു കയറാൻ തുടങ്ങിയപ്പോൾ മുസ്ലിം ലീഗിനെ കൊണ്ട് മാത്രം ഈ പറയുന്ന മുസ്ലിം വോട്ട് ബാങ്കിനെ തങ്ങളെ കൂടെ നിർത്താൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ UDF നേതൃത്വം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിൻ്റെ പിന്തുണ തേടിയില്ലേ? ജമാഅത്ത് ഇസ്ലാമിൻ്റെ എന്താ ജമാഅത്ത് ഇസ്ലാമിൻ്റെ മുദ്രാവാക്യം? അവരുടെ മുദ്രാവാക്യം ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പരീക്ഷണമാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു അഖിലേന്ത്യാ സംഘടനയല്ലല്ലോ, ഒരു അഖില ലോക സംഘടനയാണല്ലോ. അപ്പോൾ അതാണ് ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമിയായി കോൺഗ്രസ് അല്ലെങ്കിൽ UDF നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ട് പരസ്യധാരണയിലാണ്. ഇങ്ങനെ ഈ അവസരത്തിലും അനവസരത്തിലും ഈ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചവരാണ് ഇവർ. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഒരു കൗതുകകരമായ കാര്യമുണ്ട്. കേരളത്തിൽ പണ്ട് ക്രിസ്ത്യൻ സംഘടനകൾക്കോ ക്രിസ്ത്യൻ സഭകൾക്കോ കൊടുക്കുന്ന അത്രയും പ്രാധാന്യം ഇന്ന് രണ്ട് മുന്നണികളും കൊടുക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അവർ ഏതാണ്ട് ഒറ്റക്കെട്ടായി ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പിന്നാലെ പോവുകയാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ കാറിൽ കയറ്റിയ വിവാദം, ഒരാളെ കാറിൽ കയറ്റരുത് എന്ന് പറയുന്നതിൽ അർത്ഥം എന്താ? ആ കയറ്റിയ വ്യക്തി അനഭിപിതനാണോ, വെറുക്കപ്പെടേണ്ടവനാണോ, സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തേണ്ടവനാണോ? അതൊന്നും അല്ലല്ലോ. അപ്പോൾ അത് വേറെ ചിലരെ സുഖിപ്പിക്കാനാണ് ആ പറയുന്നത്. അപ്പം ആ മുന്നണിയിൽ നോക്കൂ, ആ മുന്നണി ഭയങ്കര രസമാണ്. കാർ കയറ്റിയതിന് വിമർശിക്കുന്ന പാർട്ടി അതിൻ്റെ അകത്തുണ്ട്, അത് എൻ്റെ സൗകര്യമാണ്, അത് ഞാനാണ് എന്ന് പറയുന്ന പാർട്ടി ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവർ ഭയങ്കര ബാലൻസിങ്ങിൻ്റെ ആൾക്കാരാണ്. കാർ കയറ്റിയതിനെ എതിർക്കുന്നവരുടെ വോട്ടും അവർക്ക് വേണം, കാർ കയറ്റിയതിനെ അനുകൂലിക്കുന്നവരുടെ വോട്ടും അവർക്ക് വേണം. അപ്പോൾ അവർ നന്നായിട്ട് ബാലൻസ് ചെയ്യാണ്. അപ്പോൾ ഇത് കേരളത്തിൽ പതിറ്റാണ്ടുകളായി നടക്കുന്നതാണ്. ഇത് വലിയ അത്ഭുതകരമായ കാര്യമൊന്നുമല്ല. സതീശൻ ഇന്ന് ചെയ്യുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്ത കാര്യമാണ്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും കോൺഗ്രസ്സുകാർ അതൊക്കെയാണ് ചെയ്തത്. ഇതൊക്കെ ചെയ്തിട്ടാണ് കോൺഗ്രസ് ഈ അവസ്ഥയിലെത്തിയത്. വലിയ കോൺഗ്രസിൻ്റെ തട്ടകമായിരുന്നു മഹാരാഷ്ട്ര. ഇന്നലെ അവിടെ വോട്ടെണ്ണിയപ്പോഴുള്ള അവസ്ഥ, നാലാളുകൾക്ക് പറയാൻ പറ്റാത്ത സീറ്റൊക്കെയാണ് പല സ്ഥലത്തും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടൊന്നും പോകണ്ട. അപ്പോൾ അതുകൊണ്ട് ഇത് അന്തിമമായി ഇവർക്ക് ദോഷമേ ചെയ്യുള്ളൂ. ഈ രണ്ട് പാർട്ടികളും 30 വർഷം മുന്നേ ദേശീയ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്ര കരുത്തുണ്ടായിരുന്നു അവർക്ക്, അതിൻ്റെ 4-1 5-1 ആയി ഈ രണ്ട് പാർട്ടികളും ചുരുങ്ങിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയാൽ നന്ന്. ശരി, ശ്രീ ജവാദ് മുസ്തഫ, ഇപ്പോൾ ഇങ്ങനെ ഒരു യാത്ര നടത്തുകയും ഇതിന് അത്ര പ്രൗഢഗംഭീരമായ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും മുതിർന്ന, ഏറ്റവും അധികാരത്തിലിരിക്കുന്ന രണ്ട് നേതാക്കളെ അതിന്റെ ഭാഗമാക്കുകയും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ അതിന്റെ ഭാഗമാവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ടുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കപ്പെടുന്ന ഒരു സന്ദേശം എന്തായിരുന്നു? സംഭവിച്ചത് എന്താണ്? എനിക്ക് കട്ടായിട്ടുണ്ട്. കേൾക്കാമോ? ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ ശ്രീ ജവാദ്? ഇപ്പൊ കേൾക്കാം. ഇപ്പൊ ഓക്കെയാണ്. ഞാൻ ചോദിച്ചത് ഇതാണ്, ഇങ്ങനെ ഒരു യാത്രയുടെ സമാപനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ്, ഇങ്ങനെ എടുത്തു പറയാൻ കഴിയുന്ന നേതാക്കൾ എല്ലാവരും ഇരിക്കുമ്പോൾ അവരുടെ വാക്കുകളിലൂടെ കൊടുക്കാൻ ഉദ്ദേശിച്ച സന്ദേശം, പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച സന്ദേശം എന്തായിരുന്നു? മറിച്ച് സംഭവിച്ചത് എന്താണ്? ഞങ്ങൾ കാന്തപുരം ഉസ്താദിൻ്റെ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഓരോ ജില്ലയിലും അതാത് ജില്ലയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമ്മേളനത്തിൻ്റെ പ്രമേയ പ്രഭാഷണങ്ങളും അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി ഖലീലുൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിലുള്ള പത്രസമ്മേളനങ്ങളും മുന്നോട്ട് പോയത്. വളരെ ശ്രദ്ധേയമായ, ഇപ്പോൾ ഇന്നലെ തന്നെ ഈ വിവാദങ്ങൾക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. എയ്ഡഡ് സ്കൂളിലെ നിയമനം PSC വഴിയാക്കണം തുടങ്ങിയ ഒരുപാട് സമൂഹത്തിന് ആവശ്യമുള്ള, മനുഷ്യർക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സംഗമം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിവാദമായത്
വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അടിസ്ഥാനപരമായിട്ട്. ഈ യാത്ര നടത്തുന്ന പ്രസ്ഥാനം എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിരുന്നത് എന്നുകൂടി നോക്കേണ്ടതുണ്ട്. കാസർഗോഡ് നിന്ന് ആരംഭിച്ചപ്പോൾ അന്ന് നടന്ന പത്രസമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഖലീൽ തങ്ങൾ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കുകയും അതിനെതിരായ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ മുമ്പ് ഈ വിവാദങ്ങൾ നടന്ന സമയത്ത്, ആരംഭിച്ച സമയത്ത് തന്നെ സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഈ വിഷയത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അത് ഞങ്ങൾ വെള്ളാപ്പള്ളിയെ ഒരു വർഗീയവാദിയായി കാണുന്നില്ല, അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തിൽ സംഭവിച്ച അബദ്ധമായിരിക്കാം എന്നായിരുന്നു. അതിനർത്ഥം അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങൾ വർഗീയമല്ല എന്ന നിലപാടാണ് സുന്നികൾക്ക് എന്നല്ല. അതിനെ കൈകാര്യം ചെയ്യുന്ന നയതന്ത്രപരമായ ഒരു സമീപനമാണ്. ഈ തിരുവനന്തപുരത്തെ സമ്മേളനത്തെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടി നടത്തിയ പത്രസമ്മേളനത്തിൽ മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ സി മുഹമ്മദ് ഫൈസി കാറിൽ കയറ്റിയതിനെ കുറിച്ച് പരാമർശിച്ചത് അത് സാങ്കേതികമാണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നായിരുന്നു. അത്തരത്തിലുള്ളൊരു വിഷയത്തെക്കുറിച്ച് അനുചിത്യമായ രൂപത്തിലുള്ള ഒരു ചർച്ചാ വേദിയിൽ വന്നത് തീർത്തും ദൗർഭാഗ്യകരമാണ്. മറ്റൊന്ന്, ഇവിടെ നിലനിൽക്കുന്ന ഒരു സാമൂഹിക സാഹചര്യത്തെ ഗൗരവതരമായ ഇതിപ്പോ നോക്കൂ, ശരിയാണ്, അങ്ങ് പറഞ്ഞത് തീർത്തും ശരിയാണ്. ഇപ്പൊ ലീഗ് ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ഞങ്ങൾ മാധ്യമങ്ങൾ നിരവധി ചർച്ചകൾ, ഏറ്റവും കുറഞ്ഞത് 2-3 ദിവസമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ ആ തുടർ പ്രസ്താവനകൾ വന്ന സമയത്ത് അത് ചെയ്യണമായിരുന്നു, ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ബോധ്യവും. പക്ഷേ ലീഗ് എടുത്ത നിലപാട് എന്താണെന്ന് അറിയുമോ? ആ ചർച്ചയിൽ അവർ പങ്കെടുത്തില്ല. കാരണം ഇനി ഇത് പറഞ്ഞ് വഷളാക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് ഒരുപക്ഷെ ആദ്യത്തെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടാകും പിന്നീട് അവർ സ്വീകരിച്ചത്. കേരളത്തിലെ മുസ്ലിം സമുദായ നേതാക്കൾ പലരും ആ നിലപാട് സ്വീകരിച്ചവർ തന്നെയാണ്, പ്രധാനമാണ്. പക്ഷേ വെള്ളാപ്പള്ളി അത് പറയുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് പ്രായാധിക്യം കൊണ്ട് എന്ന് പറയാം. അതിനെ എൻഡോഴ്സ് ചെയ്യുന്നവരോ? അല്ല, 2 തരത്തിൽ ഇതിനെ സമീപിച്ച ആളുകളുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറച്ച് ദിവസം മുമ്പ് നടത്തിയ ഒരു പത്രപ്രസ്താവന, വെള്ളാപ്പള്ളി എന്നും പത്രസമ്മേളനം നടത്തി വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, അതാണ് UDF ആഗ്രഹിക്കുന്നത് എന്നാണ്. അപ്പോൾ ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസ്താവനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി മുതൽ മുസ്ലിം ലീഗ്, കോൺഗ്രസ് വരെയുള്ള ആളുകൾ, മറുഭാഗത്ത് വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസ്താവനക്കും അതിനെതിരായിട്ടുള്ള CPM-ന്റെ തുറന്നടിക്കും കാത്തു നിൽക്കുന്ന BJP പോലെയുള്ള കക്ഷികൾ. ഇങ്ങനെ 2 വിഭാഗം വർഗീയമായ മുതലെടുപ്പിന് 2 ഭാഗത്ത് അണിനിരക്കുമ്പോൾ CPM അതിനെ കൈകാര്യം ചെയ്യേണ്ടത് അത്യധികം സൂക്ഷ്മമായ ഒരു രാഷ്ട്രീയ സമീപനത്തിലൂടെയാണ് എന്ന ബോധ്യം ഞങ്ങൾക്കുമുണ്ട്. CPM ഇവിടെ അനുഭവിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ട്, സങ്കീർണമായ ഒരു സാമൂഹിക സാഹചര്യമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈഴവ സമുദായം അണിനിരക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അതിനെ ഭിന്നിപ്പിക്കാൻ, അതിൽ നിന്ന് അടർത്തി മാറ്റാൻ വേണ്ടി ഒരു ഭാഗത്ത് BJP നിലയുറപ്പിക്കുന്നു. ന്യൂനപക്ഷ സമൂഹത്തിന്റെ പിന്തുണ അടർത്തി മാറ്റാൻ ഭീകരമായ വർഗീയ ക്യാമ്പയിൻ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ UDF-ന്റെ ആശീർവാദത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാമൂഹിക സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അത്യധികം സൂക്ഷ്മമായി വേണം CPM അതിനെ കൈകാര്യം ചെയ്യാൻ. എങ്കിലും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ അതിരുകടന്നപ്പോൾ, അത് മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ കടന്നു വന്നപ്പോൾ സർക്കാർ ധവളപത്രം ഇറക്കണം എന്ന് സുന്നികൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തീർച്ചയായും ഇവിടെ നിലവിലുള്ള ഭരണകൂടത്തിന് ഒരു ജാഗ്രതക്കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ നിരീക്ഷണം. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ നൗഷാദ് അലി അങ്ങ് അത് കേട്ടു എന്ന് വിചാരിക്കുന്നു. പക്ഷേ ശ്രീ ജേക്സി തോമസിന്റെ കൂടമാണ്. ശ്രീ ജേക്ക് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ചർച്ചയുടെ തുടക്കത്തിൽ അങ്ങേക്ക് കേൾക്കാൻ കഴിയാതെ പോയ ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിലൊന്ന് എന്ന് പറയുന്നത്, ഇത് അവസരവാദപരമായ നിലപാടാണ് മുഖ്യമന്ത്രി മതസൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത് എന്ന ബോധ്യത്തിലാണ് വേദിയിൽ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വിമർശനമുണ്ടായത് എന്നാണ് ശ്രീ KP നൗഷാദ് അലി പറഞ്ഞത്. ഇത് നോക്കൂ, ഇപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതിന് ശേഷം മുഖ്യമന്ത്രി സംസാരിച്ചിട്ടില്ല, അതിനൊരു മറുപടി പറയുക എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ CPM-ന്റെ പ്രതിനിധിയോട് ചോദിക്കുന്നത്, പ്രതിപക്ഷ നേതാവിന്റെ ആ പ്രതികരണത്തോടുള്ള CPM-ന്റെ മറുപടി എന്താണ്? അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത പല കാലങ്ങളിൽ ലോകത്തിന്റെ രാജ്യത്തിന് മുമ്പിൽ ശ്രദ്ധേയമാം വിധം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ വിഷയം വർഗീയതയെ പ്രതിരോധിക്കുക, മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുക. അതുകൂടെയാണല്ലോ. വർഗീയതയെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ രാജ്യമെമ്പാടും സാമുദായിക സംഘർഷങ്ങളും മതവർഗീയ കലാപങ്ങളും
വർഗീയതയെയും ജാതി സംഘർഷങ്ങളെയും തുടർന്ന് കൂട്ടക്കൊലപാതകങ്ങളും പലായനങ്ങളും കണ്ണീർ കയങ്ങളും ഒക്കെ നേരിടേണ്ട വരുന്ന നൂറുകണക്കിന് വരുന്ന ഇന്ത്യൻ അനുഭവങ്ങൾ നമ്മൾ ഒത്തുചേരുന്ന ഈ അവസരത്തിലുമുണ്ട്. ഇപ്പോഴും ഇന്ത്യയുടെ 3 സംസ്ഥാനങ്ങളിലെങ്കിലും കുറഞ്ഞത് അഹമ്മദാബാദിലും മണിപ്പൂരിലും ഒക്കെയടക്കം വർഗീയ കലാപത്തിന്റെ ചെറുതും വലുതുമായ അനുരണനങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഈ സമയങ്ങളിലൊക്കെ ഇപ്പൊ ചെറുകാടിന്റെ പ്രസിദ്ധമായ പ്രയോഗമുണ്ട്, എൻ്റെ മുരിങ്ങാമര ചൂട്ടിലിരുന്നിട്ടാണ് ഞാൻ നക്ഷത്രങ്ങളെ കാണാറുള്ളത്. കാന്തപുരത്തിന്റെ ബഹുമാനായ AP അബൂബക്കർ മുസ്ലിയാരുടെ ജാഥാ സമാപനത്തിന്റെ വേദിയിലാവട്ടെ, ഞാനും നിങ്ങളും ചർച്ച ചെയ്യുന്ന നമ്മളുടെ അതത് ഇരിപ്പിടങ്ങളിലാകട്ടെ, നമ്മളുടെ വീടിന്റെ ഇറയത്തിരുന്നുകൊണ്ട് നിങ്ങൾ ലോകത്തിലേക്ക് നോക്ക്. ലോകത്തിന്റെ അനുഭവങ്ങളിൽ, ഇന്ത്യയുടെ കാഴ്ചകളിൽ കേരളം വെച്ചു പുലർത്തുന്ന രാഷ്ട്രീയ പ്രബുദ്ധത, അതിൻ്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തി, അത് എത്രമാത്രം പ്രസക്തമാണ്, പ്രത്യേകതയുള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ മുസ്ലിയാരുടെ ജാഥാ സമാപനത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം പറയുന്നു, മതനിരപേക്ഷത പൊതുവിൽ ഒരു വാചാടാപം എന്നതുപോലെ പ്രയോഗിക്കാനുള്ളതല്ല, വാക്കും പ്രവൃത്തിയും രണ്ടായിരിക്കാൻ പാടുള്ളതല്ല. ഒപ്പം അദ്ദേഹം സൂക്ഷ്മതയിൽ പരാമർശിക്കുന്ന വിഷയം എന്താണ്? അദ്ദേഹം വീണ്ടും ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മതനിരപേക്ഷവാദികളുടെ ഒരു മഹാസംഗമത്തിൽ അദ്ദേഹം വീണ്ടും പറയുകയാണ്, അവർ തന്നെ സംസാരിച്ച് അവസാനിപ്പിച്ച, അവർക്ക് പോലും തൊടാൻ താല്പര്യമില്ലാത്ത, അവർ തന്നെ എന്നേക്കുമായി ആ ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചുവല്ലോ, ആ സംഘടനയുടെ കൂടെ പ്രതിനിധിയായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനിയായ സഹപാനലിസ്റ്റ്, കേരള ജമാഅത്തയുടെ വൈസ് പ്രസിഡന്റ് കൂടെയായിട്ടുള്ള സി മുഹമ്മദ് ഫൈസി, അദ്ദേഹത്തിന്റെ പ്രസ്താവന എത്രമേൽ ഉത്തരവാദിത്വപൂർണമായിരുന്നു. സാമുദായിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ എത്രമേൽ കേരളത്തിന്റെ മതനിരപേക്ഷതയോട് കടപ്പെട്ടവരാണ് എന്നത് വെളിച്ചം പകർത്തുന്ന ഒരു വാചകങ്ങളായിരുന്നു ശ്രീ സി മുഹമ്മദ് ഫൈസിയുടെ പ്രസ്താവന. കാരണം എന്താണ്? അദ്ദേഹം അർത്ഥസംഖ്യകൾക്ക് ഇടയില്ലാത്തവണ്ണം ഇവരുടെ വേദിയിൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവ്, പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വിഷയത്തെ അദ്ദേഹം തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. അത് ഇപ്പോഴല്ല, ഈ പ്രസ്താവന വരുന്നതിന് എത്രയോ ദിവസങ്ങൾക്ക് പുറകിൽ തന്നെ വീണ്ടും വീണ്ടും കേരളത്തിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സാമുദായിക സംഘടനാ നേതൃത്വം, അതും നല്ല മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന നിമിഷപ്രിയയുടെ മോചനത്തിൽ വരെ പർവ്വത സമാനമായ ഇടപെടൽ നടത്തി ഇന്ത്യക്കും കേരളത്തിനും ലോകത്തിനും മാതൃകയായി തീർന്നിട്ടുള്ള ഒരു സംഘടനയുടെ നേതൃത്വത്തോട് അവർ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിൽ വീണ്ടും വീണ്ടും വന്നിട്ട് കേരളത്തിലെ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി പദവി കൂടി അലങ്കരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി, അദ്ദേഹം നടത്തിയ പ്രസ്താവനയോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹത്തെ മുഖ്യമന്ത്രി കാറി കയറ്റിയതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാനല്ല, ആ സംഘടനയുടെ കൂടെ സമുന്നത നേതൃത്വത്തിന്റെ പ്രതീകമായ സി മുഹമ്മദ് ഫൈസി അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം പറഞ്ഞു. ആ വിഷയം ഞങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നതിൽ മാത്രമല്ല, ഈ കാറിൽ കയറ്റിയ വിഷയം ഇനി ചർച്ചയ്ക്കെടുക്കേണ്ടതില്ല, അത് അങ്ങേയറ്റം സാങ്കേതികമായ ഒരു പ്രശ്നം മാത്രമാണ് എന്ന് ആ സംഘടനയുടെ നേതൃപദവി അലങ്കരിക്കുന്ന ഒരാൾ പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയത്തിലാണ് എന്ത് ചെയ്യുന്നത്? വീണ്ടും കുറുക്കൻ കണ്ണുകളുമായി എന്ന് ഏതു സാധാരണക്കാരനും യുക്തിസഹമായി ചിന്തിക്കുന്ന ഏത് മലയാളിക്കും ബോധ്യം വരും വീതം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആ സംഘടനയുടെ യോഗത്തിൽ പോയിട്ട് വീണ്ടും ഈ വിഷയം ഉണർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇനി ഇരിക്കട്ടെ, മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊരു സംവാദത്തിന് കോൺഗ്രസും CPI-യും തയ്യാറാണോ? ഞങ്ങൾ എത്രയോ തവണ തയ്യാറായതാണ്. ഞാനിപ്പോ ചരിത്രത്തിന്റെ ഭൂതകാല അനുഭവങ്ങളിലേക്ക് പോകുന്നില്ല. മതനിരപേക്ഷത വാചകങ്ങളിൽ മാത്രം ഉണ്ടാകാൻ പാടില്ല. ആ അഭിപ്രായം അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം 1000 തവണ കരുത്തോടുകൂടെ ഞങ്ങൾ ഈ അവസരത്തിലും ആവർത്തിക്കുന്നു, ഉയർത്തിപ്പിടിക്കുന്നു. പറയാനൊരു അന്തസ്സ് വേണം, പറയാനൊരു അവകാശം വേണം. എന്തുകൊണ്ടാണ്? ഇന്ത്യൻ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടുള്ള ഗോൾവൽക്കറുടെ ജന്മവാർഷികം ആഘോഷിക്കാൻ RSS ക്ഷണിച്ചു വന്നുകൊണ്ടിരുത്തി ആ വാർഷികാഘോഷ ചടങ്ങിൽ ഏത് RSSകാരനെയും നാണിപ്പിക്കും വിധം വിനീത വിധേയനായി മുട്ടുമടക്കി തൊഴുകൈകളോടുകൂടെ നിന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണോ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ക്ലാസ് എടുക്കാൻ വരുന്നത്? അദ്ദേഹത്തിന് എന്തർഹത? ആദരണീയനായ അബൂബക്കർ മുസ്ലിയാരോടൊപ്പം വേദി പങ്കിടാൻ ആ വേദിയിൽ വന്നിരുന്നിട്ട് വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ക്ലാസ് എടുക്കാൻ എന്ത് യോഗ്യത? കാരണം എന്താണ്? തരം കിട്ടിയപ്പോഴൊക്കെ വർഗീയതയുടെ മുമ്പിൽ മുട്ടിലെഴുന്നിട്ടേയുള്ളൂ, ശിരസ് കുനിച്ചിട്ടേയുള്ളൂ. ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിലെ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? അതൊരു ഒറ്റയാളേ ഉള്ളൂ. അതാണ് നിർഭാഗ്യവശാൽ ഈ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന്റെ 2016 പുറകെടുത്ത ഒരു പ്രസംഗം മാതൃഭൂമിയുടെ ആർക്കൈവിൽ ഉണ്ടാകുമല്ലോ.
മലബാറിൽ 33 സ്കൂൾ അനുവദിച്ചത് കേരളത്തിന്റെ സാമുദായിക രാഷ്ട്രീയ മണ്ഡലത്തെ തകർത്ത് കളയുമെന്ന് പ്രസംഗിച്ചതാരാ? RSS നേതാവ് തോറ്റുപോകുന്ന വർഗീയത പ്രസംഗിച്ചത് ഇദ്ദേഹം MLA ആയിരുന്ന കാലയളവിലാണ്. 5ാം മന്ത്രിസ്ഥാനം ലീഗിന് കൊടുത്താൽ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം തകർന്ന് തരിപ്പണമാകുമെന്ന് പ്രസംഗിച്ചതാരാണ്? ഈ പ്രതിപക്ഷ നേതാവാണ്. തരം കിട്ടുമ്പോഴൊക്കെ RSSന്റെ വർഗീയതയുടെ മുമ്പിൽ മുട്ടിലിടുന്ന ചരിത്രമുള്ള ആ ചരിത്രം പണം പിടർത്തുന്ന തെളിവുകളായി, ആലങ്കാരികമായ വാചാടോപങ്ങളല്ല, പണം പിടർത്തുന്ന തെളിവുകളായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്ന ആ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ വന്നിട്ട് പറയുകയാണ് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത് തെറ്റാണ്, അതാണ് വർഗീയതയെ പ്രീണിപ്പിക്കുന്നത്, അതാണ് വർഗീയതയുടെ മുട്ടിലിടുന്നത്. ചരിത്രബോധം വിലയിരുത്തട്ടെ. മതസൗഹാർദ്ദത്തെ കുറിച്ച് പറയാൻ ഇപ്പോ കാന്തപുരം മുസ്ലിയാരുടെ ചടങ്ങിൽ അദ്ദേഹത്തെ അടുത്തിരുത്തി ആ വേദിയിൽ വെച്ച് മതനിരപേക്ഷതയെ കുറിച്ച് പറയാനൊരു അന്തസ് വേണം എന്നാണ് ശ്രീ ജേക്സി തോമസ് പറഞ്ഞത്. അത് നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യമോ സമവായമോ പുതിയ സമവാക്യങ്ങളോ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ആ നിലയ്ക്ക് അങ്ങനെ വോട്ട് വേണ്ടെങ്കിൽ വേണ്ട എന്ന് വെക്കണം എന്നെങ്ങനെ പറയാൻ കഴിയും? മാധു, ഇത് 3 പേരും ഒരേ ആശയം പ്രതിനിധാനം ചെയ്താണ് ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളൊന്ന് സമയം തരണം, അതിനിടയിൽ ഇടപെടരുത് എന്ന് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് വളരെ രസകരമായിട്ടാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്. ഒന്നാമതായിട്ട് ഞാൻ ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് തുടങ്ങാം. ഈ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് 1977 തെരഞ്ഞെടുപ്പിലാണ്. 1977 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും തോൽപ്പിക്കാനാണ് അവർ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത്. അന്നവർ വോട്ട് ചെയ്തത് സംഘടനാ കോൺഗ്രസും പിന്നെ അന്നത്തെ സോഷ്യലിസ്റ്റ് പാർട്ടികളും ജനസംഘവും ലയിച്ച് ചേർന്ന ജനതാ പാർട്ടിക്കായിരുന്നു. CPM ആയിരുന്നു അതിൻ്റെ പ്രധാന കേരളത്തിലെ ഘടകകക്ഷി. അപ്പോൾ ഈ 4 പേരും ചേർന്ന മുന്നണിക്ക് കേരളത്തിൽ വോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഹരിശ്രീ കുറിച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമി. ശ്രീപത്മനാഭനും CPMന്റെ സ്നേഹിതനൊക്കെ അത് മനസ്സിലാക്കിയ അന്ന് ഉദുമയിൽ മത്സരിച്ചത് KG മാരാറാണ് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട്. അന്ന് ഈ ജനസംഘത്തിന്റെ വോട്ട് വാങ്ങി നിയമസഭയിലേക്ക് ജയിച്ചു വന്ന ജനസംഘം പിന്തുണച്ച MLA ആയ പിണറായി വിജയന് മതനിരപേക്ഷതയോ മതേതരത്വമൊക്കെ പറയാൻ എന്തെങ്കിലും ഒരു അർഹതയുണ്ടെങ്കിൽ കേരളത്തിലെ ഏത് സംഘപരിവാറുകാരന് പോലും അതിന് അർഹതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെ നിങ്ങൾ ഇടക്ക് കയറരുത്. മറ്റൊരു കാര്യം, ഇവിടെ VD സതീശൻ ഗോൾവൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ ഇങ്ങനെ വിളക്ക് കത്തിച്ചു എന്ന് ഇവരിങ്ങനെ 1001 ക്ഷീരബല ആവർത്തിക്കും പോലെ നിരന്തരം ആവർത്തിച്ചു പോരുന്നുണ്ട്. സ്നേഹിത P. പരമേശ്വരന്റെ ഭാരതീയ വിചാര കേന്ദ്രം ഒരു പുസ്തകം പ്രകാശനം ചെയ്തത്, സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള ഒരു പുസ്തകം പ്രകാശനം ചെയ്തത്, അതിൽ MP വീരേന്ദ്രകുമാറും VS അച്യുതാനന്ദനൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് തൻ്റെ ജില്ലയിലെ പിന്നെ VD സതീശൻ പങ്കെടുത്തത്. ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു നിലവിളക്ക് ഉണ്ടാകുമ്പോൾ ആളുകൾ നിലവിളക്ക് കൊളുത്തും. അതിൻ്റെ പശ്ചാത്തലം ഒന്നും മാതൃകയാക്കിയിട്ട് നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാൽ VD സതീശനെ പോലെ സ്വന്തം മണ്ഡലത്തിൽ ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെയും ഈ ശശികല ടീച്ചറെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ആ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന് മതേതരത്വത്തിൻ്റെ നിലപാടുകൾക്ക് ജനപിന്തുണയുണ്ട് എന്ന് കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത് ആത്മവിശ്വാസം ഉണ്ടായിക്കൊടുത്തൊരു നേതാവിൻ്റെ ഒരു രോമകൂപത്തിന് പോലും ഒരു പോറലും ഏൽക്കുകയില്ല. അതുകൊണ്ട് അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും സ്വന്തം മകളെ രക്ഷിക്കാൻ വേണ്ടി റബ്ബർ സ്റ്റാമ്പിനെ പോലെ നിൽക്കട്ടെ എന്ന് ഞാൻ പറയട്ടെ, സ്വന്തം മകളെ ജയിലിൽ പറഞ്ഞേക്കാതിരിക്കാൻ വേണ്ടി റബ്ബർ സ്റ്റാമ്പിനെ പോലെ കേരള മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് സംഘപരിവാറിന് യഥേഷ്ടം ഭരണം നടത്താൻ അനുമതി കൊടുത്തു പോകുന്ന അങ്ങനെ ഒരു കൊഞ്ഞാണന്റെ അവസ്ഥ ഏതായാലും VD സതീശന് ഇല്ല എന്ന് നിങ്ങൾ സദയം ഓർക്കുക. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, അല്ലല്ല നിങ്ങൾ ഇങ്ങനെ ഇത് മര്യാദ അല്ലെങ്കിൽ താൻ തന്നെ വീട്ടിൽ പോടോ. ഇതേ ഞാനെന്ത് ഞാൻ പൂർത്തിയാക്കും. നിങ്ങൾ അതിനകത്ത് ഇടപെടണം. പിന്നെ ഞാൻ ഇടപെടാം. ശ്രീ KP നൗഷാദ്, ഒരൊറ്റ വാക്ക് ഈ ചർച്ചയിൽ മുന്നോട്ട് പോകില്ല. ഒരൊറ്റ വാക്ക് ഈ ചർച്ചയിൽ മുന്നോട്ട് പോകില്ല.
അതൊക്കെ വീട്ടിൽ പോയി വെച്ചാൽ മതി എന്നാ പറഞ്ഞത്. നിങ്ങൾ കേട്ടത് പഴച്ചു പോയതായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല. ചർച്ചയിൽ പങ്കെടുക്കാൻ സ്ഥലജല വിഭ്രാന്തി ഉണ്ടെങ്കിൽ അടുത്തുള്ള ചികിത്സാലയത്തിൽ കാണിക്കണം. എന്റെ പൊന്നു സുഹൃത്തെ, ഇത് വലിയ പാരമ്പര്യമുള്ള മാധ്യമ സ്ഥാപനമാണ്. ഒരു എഡിറ്റോറിയൽ ചർച്ച നടത്തുന്നത് ജനാധിപത്യപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. അതവിടെ നിൽക്കട്ടെ. അവിടെ മനുഷ്യന് പരസ്പരം ബഹുമാനം കൽപ്പിച്ചുള്ള ഭാഷ മതി. ഇതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അല്ല, നമ്മൾ നിങ്ങളെക്കാളും അത്തരം ആശയത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, നിങ്ങളെക്കാളും അതിൽ ബോധ്യമുള്ള ആളാണ്. നിങ്ങൾ അത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിച്ച് സമയം കളയേണ്ട കാര്യമില്ല. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ജവാദ് എന്ന് പറഞ്ഞ സ്നേഹിതൻ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് കേരള മുസ്ലിം ജമാഅത്തിന്റെ അഭിപ്രായമാണെന്നോ അല്ലെങ്കിൽ കാന്തപുരം വിഭാഗത്തിന്റെ അഭിപ്രായമാണെന്നോ എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല. കാരണം ഇവിടെ വി.ഡി. സതീശൻ അനൗചിത്യപൂർവ്വം ആ യോഗത്തിൽ പ്രസംഗിച്ചു എന്ന് അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. അത് കേരള മുസ്ലിം ജമാഅത്തിന്റെ അഭിപ്രായമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തമായിട്ട് ഇംഗിതത്തിനനുസരിച്ച് വല്ലതൊക്കെ വന്ന് പറഞ്ഞ് ഒരു മഹത്തായ സംഘടനയെ അപകീർത്തിപ്പെടുത്തരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്തുതി പാടാൻ അത് താങ്കൾക്ക് അവകാശമുണ്ട്. അതൊക്കെ വ്യക്തിഗതമായി നിർവഹിച്ചു കൊള്ളുക. അതിന് കാന്തപുരം എബിഅബൂബക്കർ മുസ്ലിയാരെയും ഹക്കീം അസരിയെയും വണ്ടൂർ ഫൈസിയെയും അതുപോലെ തന്നെ ഖലീൽ ബുഖാരി തങ്ങളെയൊന്നും നിങ്ങൾ വലിച്ചഴക്കരുത്. അതൊക്കെ വളരെ മോശമാണ്. നിങ്ങളുടെ സംഘടനയെ സ്വയം താറടിക്കരുത് എന്ന് അദ്ദേഹത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ കൂടുതൽ ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടൊരു വാഗ്വാദത്തിന് മുതിരുന്നില്ല. അത് നല്ലതാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇപ്പൊ അങ്ങ് ഉപയോഗിച്ചൊരു വാക്ക് അത് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ വിചാരിക്കുന്നില്ല. കുഞ്ഞുങ്ങളടക്കമുള്ള വീടുകൾ കാണുന്നതാണ്. ആ നിലയ്ക്ക് അത് മുന്നോട്ട് പോകാൻ കഴിയില്ല. രണ്ടാമത്തേത് പാനലിസ്റ്റുകളോട് പരസ്പര ബഹുമാനത്തോടു കൂടി ചർച്ച ചെയ്യാനാണ് പാർട്ടികളോട് ഉത്തരവാദിത്തത്തോടെ പാനലിസ്റ്റുകളെ അയക്കാൻ പറയുന്നത്. ഇത് നോക്കൂ, ഇപ്പൊ ഈ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഇടവേളയിലേക്ക് 77 ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത് കൂടി പ്രേക്ഷകർ ശ്രദ്ധിക്കണം. അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ അപ്പുറത്തുണ്ടാകുന്ന മുന്നണി ഏത് നിലയ്ക്ക് രൂപപ്പെട്ടു എന്നതിന് ധാർമ്മികത നമുക്ക് എത്രത്തോളം ജനാധിപത്യത്തിന് താളിലിരുന്ന് എണ്ണാൻ കഴിയും എന്നത് പ്രേക്ഷകർ ചിന്തിക്കും. ഞാൻ കമന്റ് പറയാൻ തയ്യാറല്ല എന്ന് ചിന്തിക്കും. ഇനി പോകട്ടെ ശ്രീ നൗഷാദ് അലി, ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതൊക്കെ പഴയ കാലത്താണല്ലോ. അത് CPM തിരുത്തുന്നത്. നോക്കൂ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാട് ഇന്നത്തേതിന് വിരുദ്ധമാണ്. പക്ഷെ അത് തിരുത്തപ്പെട്ടു. ഇത് നോക്കൂ, അത് തിരുത്തപ്പെട്ടു. നിങ്ങൾ ഇന്നും തിരുത്തിയിട്ടില്ല. അവരന്നാണെങ്കിൽ നിങ്ങൾ ഇന്ന് അവരന്നാണെങ്കിൽ നിങ്ങൾ ഇന്ന് കാലഘട്ടം കൊണ്ട് പോലും തിരുത്താൻ കഴിയാത്ത മനുഷ്യരുടെ രാഷ്ട്രീയത്തെ എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി പരസ്യമായിട്ട് തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് ചില വെള്ളാപ്പള്ളി വചനങ്ങൾ കൂടി പുതുതായി വന്നിട്ടുണ്ടെന്ന് കേൾക്കാം. വി.ഡി. സതീശനെതിരെ ആഞ്ഞടിച്ച് വെള്ളാപ്പള്ളി നടേശൻ സതീശന്റെ ശബ്ദം മുസ്ലിം ലീഗിന്റേതെന്നും UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗ് ആയിരിക്കും ഭരിക്കുക എന്നും വെള്ളാപ്പള്ളി നടേശൻ. സതീശൻ ഈഴവ വിരോധിയാണ്. നായാടി മുതൽ നസ്രാണി വരെ പുതിയ കൂട്ടായ്മ ഉണ്ടാക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മറ്റു ചിലത് കൂടിയുണ്ട്. മാറാട് കലാപം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി കലാപങ്ങളില്ല. UDF അധികാരത്തിൽ വന്നാൽ ഭരിക്കുക ലീഗ് എന്നും വെള്ളാപ്പള്ളി പറയുന്നു. വേണ്ടി വന്നാൽ പെരുന്നയിൽ പോകും. നായാടി മുതൽ നസ്രാണി വരെ എന്ന പുതിയ കൂട്ടായ്മ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുതിയ കൂട്ടായ്മയല്ല, പണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 21 SNDP നേതൃയോഗത്തിന്റെ തീരുമാനമെടുക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ. അതിനിടയിലാണ് സതീശനെതിരായ ആരോപണം വന്നത്. പിന്നാക്കക്കാരനായ തന്നെ ഈഴവനായ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയതാണ് പിന്നോക്കക്കാരനായ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയതാണ് പ്രശ്നം എന്നും വെള്ളാപ്പള്ളി നടേശൻ. പ്രതികരണം കേൾക്കാം. മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ ഞാൻ കയറി എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കുറവായിട്ട് ഈ സതീശൻ കാണുന്നെങ്കിൽ അയാളൊക്കെ ഊളംപാറയ്ക്ക് അയക്കണ്ടേ? നിങ്ങളത് മനസ്സിലാക്കണം. ഈ മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ ഞാൻ 10, 89, 90 വയസ്സുള്ള ഒരാൾ നടന്നു വരുമ്പോൾ അദ്ദേഹം എന്നെ കൂടെ കയറ്റി കൊണ്ടുപോയി എങ്കിൽ അത് ഭയങ്കര തെറ്റായിപ്പോയി എന്നുള്ളതാണല്ലോ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു ഈഴവ വിരോധിയാണ് സതീശൻ. ഇപ്പോൾ മനസ്സിലായില്ലേ? ഈഴവനായ എന്നെ, ഒരു പിന്നോക്കക്കാരനായ ഒരു മുഖ്യമന്ത്രി ആ വണ്ടി കയറ്റിയപ്പോൾ സതീശന് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ ഒരു പിന്നോക്കക്കാരൻ അങ്ങനെ ഒരു വണ്ടി കയറാൻ പാടില്ല. മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ കയറാൻ പാടില്ല. അതായത് SNDP ജനറൽ സെക്രട്ടറിന് ഒട്ടും കയറ്റാൻ പാടില്ല. അതായത് അയാൾ പലപ്പോഴും നിങ്ങൾക്ക് വർത്തമാനം കേട്ടിട്ടുണ്ടല്ലോ. അയാൾ ഒരു ഈഴവ വിരോധിയാണ്.
ശ്രീ വി പി ശ്രീപത്മനാഭൻ, അങ്ങയുടെ ഊഴമായതുകൊണ്ടാണ് ഈ കമന്റിൽ അങ്ങയുടെ പ്രതികരണം ആദ്യം തേടുന്നത്. ഇപ്പോൾ ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ, അതായത് വളരെ പ്രസന്റായ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നാൽ ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം കൈയാളുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളത് മിനിമം രാവിലെ പത്രം വായിക്കുന്ന മനുഷ്യന്മാർക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അഥവാ അതൊരു UDF അല്ലേ, ഇനി ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയാൽ എന്താ പ്രശ്നം? അല്ല, അതിന് മുന്നേ ഞാൻ താങ്കളെ ഒന്ന് തിരുത്തുക. ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി കോൺഗ്രസ് അല്ലട്ടോ. അയ്യോ അതല്ല, ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത് ഏറ്റവും വലിയ ജനാധിപത്യം ഉള്ള പാർട്ടി കോൺഗ്രസ് ആണെന്ന് അവർ പറയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാ. ഞാൻ അതിന്റെ അളവുകോല് വെച്ച് പറഞ്ഞതല്ല. അതുമല്ല, അതും ശരിയല്ല. പോട്ടെ, ഞാൻ ഇതിൽ വേറൊരു വിഷയം ചോദിക്കട്ടെ. മുസ്ലിം ലീഗ് UDF ഉള്ള കാലത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ വലിയ തെറ്റൊന്നുമില്ല. പിന്നെ താങ്കൾ മുസ്ലിം ലീഗ് നിയന്ത്രിച്ചാൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി താങ്കൾ പറഞ്ഞു മുസ്ലിം ലീഗ് അഥവാ നിയന്ത്രിച്ചാലും മുസ്ലിം ലീഗ് കാര്യങ്ങൾ മുഖ്യമന്ത്രി ആയാലും അതിലെന്താ കുഴപ്പം എന്നാണ് ഞാൻ ചോദിക്കട്ടെ. അങ്ങനെ പറയുന്നതിൽ എന്താ കുഴപ്പം? UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗ് കാര്യങ്ങൾ നിയന്ത്രിക്കും. ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും പറയുന്ന, ഞങ്ങൾ 2016 പറഞ്ഞിട്ടുണ്ട്, 21 പറഞ്ഞിട്ടുണ്ട്, 11 പറഞ്ഞിട്ടുണ്ട്, 6 പറഞ്ഞിട്ടുണ്ട്, 1 പറഞ്ഞിട്ടുണ്ട്, അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നാളെയും പറയും. UDF കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുക. അത് ഞങ്ങൾ 100 വട്ടം ആവർത്തിച്ച് പറയും. അതിലെന്താ തെറ്റ്? ഞാനിതിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ചരിത്രം പറഞ്ഞതിനെ കൊണ്ട് ഞാനും പറയാം. അവസാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യയിൽ കേവല ഭൂരിപക്ഷം സ്വന്തം നിലയിൽ കിട്ടിയത് എപ്പോൾ അറിയോ? 1984. അതിനുശേഷം 3 തവണ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു. 91 നരസിംഹറാവു. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്ത് ലീഗിന്റെ ഒരു നേതാവ് ഒരു ഒരു പൊതുപരിപാടിക്കിടയിൽ പറയുകയാണ്, NDA കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ വെള്ളാപ്പള്ളി നടേശനും ഈഴവരുമായിരിക്കും ഭരിക്കുക, അല്ലെങ്കിൽ ശരി BDJs ആയിരിക്കും ഭരിക്കുക എന്ന് പറയുകയാണെന്ന് വിചാരിക്കാം. അത് നിങ്ങൾക്ക് കുഴപ്പമില്ല, കുഴപ്പമുണ്ടോ എന്നറിയാൻ ഒരു കൗതുകത്തിന് ചോദിച്ചാ. ഞങ്ങളതല്ല എന്ന് പറയും. അതല്ലേ ചെയ്യേണ്ടത്. ഇതെന്തോ വലിയൊരു പാതകം. മുസ്ലിം ലീഗ് കോൺഗ്രസ് UDF അധികാരത്തിൽ വന്ന മുസ്ലിം ലീഗ് നിയന്ത്രിക്കുന്നു പറഞ്ഞാൽ അതൊരു പാതകമൊന്നുമല്ല, അതൊരു രാഷ്ട്രീയമാണ്. അത് പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് പറയണം. അതല്ലേ ജനാധിപത്യം. ഞങ്ങൾ അധികാരത്തിൽ സ്വാതന്ത്ര്യമല്ലേ, ജനാധിപത്യമല്ലേ, ഇതൊക്കെ ജനാധിപത്യമല്ലേ. അതിന് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇത് ഈ കോൺഗ്രസ് അവസാനമായി ഇന്ത്യയിൽ കേവല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന 84. അതിനുശേഷം 3 തവണ വന്നപ്പോഴും ഭൂരിപക്ഷമൊന്നുമില്ല. എന്താ കോൺഗ്രസ്സുകാർ ചെയ്ത പാതകം അറിയോ? 1986 ഷബാനു കേസിൽ വിധി വന്നു സുപ്രീം കോടതിയുടെ. വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ചെലവിന് കൊടുക്കാൻ 125 അന്നത്തെ CRPC പ്രകാരം ബാധ്യസ്ഥതയുണ്ടെന്ന്. അത് മറികടക്കാൻ നിയമം കൊണ്ടുവന്നു. 1986 ആക്ട്, രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ആക്ട്. അതിനുശേഷം കോൺഗ്രസിന് ഇന്ത്യയിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. ഭരിച്ചിട്ടുണ്ട് കേട്ടോ 3 പ്രാവശ്യം. പിന്നെ കോൺഗ്രസിന് ഇന്ത്യയിൽ സ്വന്തം നിലയിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. ലാസ്റ്റാണ്, പിന്നെ കിട്ടിയിട്ടില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ മതേതര, ഞാൻ വളരെ ലളിതമായി ചോദിക്കട്ടെ, 65-70 സീറ്റിൽ പശ്ചിമ ബംഗാളിൽ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം. പശ്ചിമ ബംഗാളിൽ 27% മുസ്ലിങ്ങളാണ്. 65-70 സീറ്റുകളിൽ അവർക്കാണ് ഭൂരിപക്ഷം. എന്തേ നിങ്ങൾക്ക് ഒരു സീറ്റ് പോലും അവിടെ കിട്ടാത്തത്? നിങ്ങൾ മതേതരത്തെ സംരക്ഷിക്കുന്നവരല്ലേ? എന്താ നിങ്ങൾ 35 കൊല്ലം ഭരിച്ച പശ്ചിമ ബംഗാളിൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ സീറ്റിലെങ്കിലും നിങ്ങൾക്ക് ഇത്തവണയോ കഴിഞ്ഞ തവണയോ ജയിക്കാൻ പറ്റും? നിങ്ങളെങ്ങനെ ഈ പൂജ്യമായിപ്പോയി? അപ്പോൾ ഇതൊക്കെ മതേതരത്തൊക്കെ പറയാം. ഇവരുടെ അതായത് ആവശ്യത്തിനനുസരിച്ച് ന്യൂനപക്ഷ വർഗീയതയെ താലോലിച്ചവരാണ് ഇവർ 2 കൂട്ടരും. ഈ 2 കൂട്ടരും ഇന്നും ഇന്നലകളിലും അതാണ് ചെയ്തത്. അതിൻ്റെ തിക്തഫലമാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഹമാസിൻ്റെ കഫ ധരിച്ചിട്ട് ഇവരെ പാർട്ടി യോഗം കൂടിയില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഒന്നും കിട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് ഈ മലബാർ മുഴുവൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയല്ലോ. ഒരിക്കലും നഷ്ടപ്പെടാത്ത കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വരെ പോയല്ലോ. എന്ത് പാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിൽ നിന്നൊക്കെ പഠിച്ചത്? ഇവിടെ
നിങ്ങൾ ലെക്ചർമാരാവുകയാണ്. എന്തിൻ്റെ? നിങ്ങൾ പാലിക്കാത്തൊരു തത്വത്തിൻ്റെ. ശരി, ഓക്കെ. നിങ്ങൾ പാലിക്കാത്തൊരു തത്വത്തിൻ്റെ അഡ്വക്കേറ്റ്സോ ലെക്ചർമാരോ ആവുകയാണ് നിങ്ങൾ. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾ ഇതൊന്നും പാലിക്കുന്നവരല്ല. നിങ്ങൾ ന്യൂനപക്ഷ വർഗീയതയെ താലോലിച്ചും സൽക്കരിച്ചും ബിരിയാണി കൊടുത്തും നിങ്ങൾ അധികാരം കൈവശപ്പെടുത്തിയവരാണ്. നിങ്ങൾ മറ്റുള്ളവരെ ഇതൊന്നും പഠിപ്പിക്കേണ്ട. വെള്ളാപ്പള്ളിയെയും പഠിപ്പിക്കേണ്ട, BJPയെയും പഠിപ്പിക്കേണ്ട, ആരെയും പഠിപ്പിക്കേണ്ട. ശരി, എനിക്കറിയില്ല ശ്രീ VP ശ്രീപത്മനാഭൻ ഒറ്റയ്ക്ക് ഭരിക്കാൻ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് കഴിയാത്തത് എന്ന്. 400 മുകളിൽ ഇത്തവണ എന്തൊക്കെ പ്രഘോഷം ഉണ്ടായിരുന്നെങ്കിലും നടന്നുമില്ല. അതവിടെ നിൽക്കട്ടെ. ശ്രീ ജവാദ്, ഇത് നോക്കൂ. ഈ AK ബാലൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്ന്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു ലീഗ് ഭരിക്കും എന്ന്. നിങ്ങൾ എന്ത് പറയുന്നു? ഓക്കെ, അല്ല, അതിനു മുമ്പ് എന്നെ ഒരു സ്വതന്ത്ര സുന്നി രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലക്കാണ് മാതൃഭൂമിയിൽ നിന്ന് വിളിച്ചത് എന്നും ആ നിലക്കാണ് ഇവിടെ ടൈറ്റിൽ കൊടുത്തത് എന്നും ഞാൻ ശ്രീ KP നൗഷാദ് അലിയെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ ഒരു കാര്യം ആദ്യം സൂചിപ്പിക്കുകയാണ്. വെള്ളാപ്പള്ളി എന്നും ഇതുപോലെയുള്ള വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം VD സതീശൻ പ്രസ്താവിച്ചു. ആ പ്രസ്താവനയിൽ നിന്ന് തന്നെ എങ്ങനെയാണ് കോൺഗ്രസ് വരുന്ന ഇലക്ഷനെ നേരിടാൻ പോകുന്നത് എന്നത് വ്യക്തമാണ്. കനകോലവും ഐപാക്കും ഒക്കെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉപയോഗിച്ച സ്ട്രാറ്റജിയും ഈ ധ്രുവീകരണത്തിലൂടെ വളരെ എളുപ്പം. അല്ല, എന്റെ സമയം ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ കേട്ടല്ലോ. എന്റെ സമയം കഴിഞ്ഞ് ഇടപെടാം. ധ്രുവീകരണത്തിലൂടെ എങ്ങനെയാണ് അധികാരം പിടിച്ചെടുക്കുക എന്ന സ്ട്രാറ്റജിയാണ് കോൺഗ്രസ് പരീക്ഷിക്കുന്നത്. ഒരു മിനിറ്റ്, ഞാൻ എന്റെ സംസാരം കഴിഞ്ഞ് നിങ്ങൾക്ക് സംസാരിക്കാം. ഞാൻ നിങ്ങളെ ക്ഷമയോടെ കേട്ടല്ലോ. ഇപ്പോ കഴിഞ്ഞ നിലമ്പൂർ ഇത് സംസാരിക്കുമ്പോൾ സാജൻ സക്രിയക്കെതിരെ എന്ത് തന്നെയായാലും സാജൻ സക്രിയ കേരളത്തിൽ ഉണ്ടാക്കിയ വർഗീയ വിദ്വേഷ പ്രചരണങ്ങളുടെ 7 അയലത്ത് വെള്ളാപ്പള്ളി ഇതുവരെ എത്തിയിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ആ സാജൻ സക്രിയക്ക് വേണ്ടി ശക്തമായ പ്രസ്താവനയുമായി രംഗത്ത് വന്ന സാജൻ അറസ്റ്റ് ചെയ്ത് കേരളത്തിലെ മതേതര സമൂഹം മുഴുവൻ സന്തോഷിക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത ഭരണകൂടത്തിനെതിരെ പ്രസ്താവനയുമായി രംഗത്ത് വന്ന ആളാണ് ഈ VD സതീശൻ. മാത്രമല്ല, നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാൻ കേരളത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരാണ് മറുപടി പറയേണ്ടത്. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവും നടത്താത്ത നീചമായ പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയവാദം ഇപ്പോൾ ഇല്ല എന്ന്. എന്നാൽ TK അബ്ദുള്ള മൗലവി എന്ന ജമാഅത്ത് നേതാവിന്റെ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ സെക്യുലറിസവും നമ്മൾ ഡെമോക്രസിയെക്കുറിച്ചും സംസാരിക്കുന്നത് അത് ചില നേതന്ത്രപരമായ അടവുകളാണ്, നമ്മളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഇഖാമത്തുദ്ദീനാണ് എന്ന് പറയുന്ന പ്രസംഗം, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രസംഗം, ഇതെല്ലാം നിലനിൽക്കെ ഇപ്പോൾ 2014 VD സതീശൻ ഭരണപക്ഷ MLA ആയ സമയത്ത്, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായ സമയത്ത്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചിരുന്നു. ശ്രീ നൗഷാദ് അലി അത് അറിഞ്ഞിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയുടെ ഭരണഘടനാ വിരുദ്ധമായ പ്രസ്ഥാനമാണ്, അത് രാജ്യത്തിന്റെ ദേശീയതയ്ക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഉമ്മൻചാണ്ടിയുടെ ഭരണകൂടം അഫിഡവിറ്റ് നൽകിയിട്ടുണ്ട്. അന്ന് 97 പുസ്തകങ്ങളാണ് UDF ഭരണകൂടം പരിശോധിച്ചത്. അതിൽ 19 പുസ്തകമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപകടകരമായ രൂപത്തിൽ അവർ വിലയിരുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സമിതി അംഗം, ദേശീയ സമിതി അംഗം, മീഡിയ വണ്ണിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, IPHന്റെ ഡയറക്ടർ ബോർഡിലെ മെമ്പർമാരിൽ ഒരാൾ അബ്ദുസലാം വാണിയമ്പലം എഴുതിയ ഒരു പുസ്തകമുണ്ട്, അൽ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഏതാണ് ഇഖ്വാനുൽ മുസ്ലിമീൻ? ബ്രദർഹുഡ്. അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും നിരോധിച്ച ആഗോള തീവ്രവാദ സംഘടന. ആ തീവ്രവാദ സംഘടന അറബ് മേഖലയിൽ നടത്തുന്ന പദ്ധതിയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് സലാം വാണിയമ്പലം ആ പുസ്തകത്തിൽ എഴുതി വെക്കുന്നത്. എന്നാൽ ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ചില സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുമ്പോൾ എന്തിനാണ് VD സതീശൻ വെളുപ്പിക്കാൻ രംഗത്ത് വരുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ മൗദൂദിയുടെ രാഷ്ട്രീയ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് എന്ന് കേരളത്തിൽ ഒരു ജമാഅത്ത് നേതാവും പറഞ്ഞിട്ടില്ല. അതിന്റെ ജമാഅത്തിന്റെ തന്തജമന് VD സതീശൻ വരുന്നതിന്റെ താല്പര്യങ്ങൾ വേറെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്വേഷ ഫാക്ടറിയെ വാടകക്കെടുത്ത് കേരളത്തിൽ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കാം, വർഗീയമായി ഇവിടുത്തെ സമുദായത്തെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും CPMന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഞങ്ങൾ പ്രശ്നമുണ്ടോ മാധവ്? അതിൽ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. എന്റെ പ്രശ്നമാണ്. എനിക്ക് ആ വാക്ക് വ്യക്തമായില്ല. പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു. അല്ലല്ല, നിങ്ങൾ പിന്നെ ഇത് ആങ്കർ ചെയ്യേണ്ട കാര്യം എന്താ?
അല്ലല്ല, എന്ത് പിൻവലിക്കാൻ? തന്തചമയുക എന്ന ഈ വാദത്തോട് മാധു, ഇത് നിങ്ങൾ അദ്ദേഹം അത് പിൻവലിച്ചു. ശ്രീ കെ പി നൗഷാദിൽ ഞാൻ പറഞ്ഞു എന്റെ പ്രശ്നമാണ്, എനിക്ക് ആ വാക്ക് വ്യക്തമായില്ല. അല്ല, നിർത്തില്ല. നിങ്ങൾ നിരുത്തരവാദപരമായിട്ട് ശ്രീ കെ പി നൗഷാദിൽ പറഞ്ഞു ആ വാക്ക് എനിക്ക് വ്യക്തമായില്ല, വ്യക്തമായില്ല, എന്റെ പ്രശ്നമാണ്. ഞാനത് ആവർത്തിക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലല്ല, അശ്രദ്ധമായിട്ട് ചർച്ച ഞാനതൊന്നും കൂടി ആവർത്തിക്കാം. ഒരു ചർച്ചയിൽ വലിയ പ്രശ്നമൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ എന്റെ പ്രശ്നമാണ്. അല്ലല്ല, നിങ്ങൾ ആ വിഷയം അത് ശ്രീ മധു, അല്ല, ഞാനതൊന്നും കൂടി വിശദീകരിക്കാം. ശ്രദ്ധയില്ലാതെ ചർച്ച ഇസ്ലാമിയുടെ നേതാക്കളിൽ ഒരാൾ പോലും മൗദൂദിയുടെ അപകടകരമായ വ്യക്തമായില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു മിനിറ്റ് ശ്രീ ജവാദ്, ഞാനിതൊന്ന് പരിഹരിച്ചോട്ടെ. നിങ്ങൾ എങ്ങനെ വ്യക്തമാകാതിരിക്കുന്നത്? അങ്ങനെ 5 മിനിറ്റ് പരാതി പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇടപെടാം. ഒന്നുകൂടി ആവർത്തിക്കാം. അതിൽ പ്രശ്നമുണ്ടോ? ശ്രീ ജവാദ് ഒരു മിനിറ്റ്. അദ്ദേഹം അങ്ങനെ വഴങ്ങില്ല. ശ്രീ കെ പി നൗഷാദ് അലി, ആ വാക്ക് എനിക്ക് വ്യക്തമായില്ല, ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, അതെന്റെ പ്രശ്നമാണ്. തീർന്നല്ലോ. ഒരു ചർച്ചയിൽ ഇനി ഇപ്പൊ അതിന് അങ്ങേയറ്റം വരെ 1 മണിക്കൂർ തർക്കിച്ചു പറ്റില്ല. അദ്ദേഹം അത് പിൻവലിക്കുകയും ചെയ്തു. ശ്രീ ജവാദ്, അങ്ങയുടെ സമയം. അല്ല, ഇത് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് ആ വിഷയം ഞാൻ ഒന്ന് വിശദീകരിക്കാം. ഓക്കെ, ഞാനതിൽ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദിയുടെ അപകടകരമായ രാഷ്ട്രീയ സമീപനങ്ങൾ ഞങ്ങൾക്കില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവ് പോലും പറയാത്ത സാഹചര്യത്തിൽ വി.ഡി. സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ തന്തജമന്യ എന്നൊരു പ്രയോഗമാണ് ഞാൻ നടത്തിയത്. അതിലെന്തെങ്കിലും അനൗചിത്യം ഉണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കാം. വി.ഡി. സതീശൻ എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ നല്ല കുട്ടിയാണ് എന്ന് വെളുപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നത് നമ്മളെല്ലാം കണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരു മാധ്യമ പ്രവർത്തകരുണ്ട്, ശ്രീ പി.ടി. നാസർ. അദ്ദേഹം മുല്ല നാസർ എന്നും അറിയപ്പെടും. അദ്ദേഹം മാധ്യമത്തിൽ പ്രവർത്തിച്ചു, മീഡിയ വണിൽ പ്രവർത്തിച്ചു. അദ്ദേഹം എഴുതിയ ഒരു ലേഖനമുണ്ട്, ആ പുള്ളിപ്പുലിയുടെ പുള്ളി അത്ര എളുപ്പം മായുന്നതാണോ അമീർ എന്ന് ചോദിച്ചുകൊണ്ടൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. പുള്ളിപ്പുലിയുടെ പുള്ളി പോലെ പുള്ളിയില്ലെങ്കിൽ പിന്നെ അത് പുള്ളിപ്പുലിയല്ല. പിന്നെ ജമാഅത്തെ ഇസ്ലാമി എന്നൊരു സംഘടന തന്നെ ഇല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് അത് ജനാധിപത്യപരമാകണം എന്ന നിർബന്ധ ബുദ്ധി ഈ സ്ഥാപനത്തിനും എനിക്കും എല്ലാവർക്കുമുണ്ട്, ഈ ചർച്ചയ്ക്കുമ്പോൾ പ്രത്യേകിച്ചും. ഇനി അങ്ങ് പറഞ്ഞ 2 കാര്യങ്ങളിലുള്ള വിയോജിപ്പ് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഷാജൻ സ്കറി ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. ഒരു സമുദായത്തിന്റെയും, അദ്ദേഹം പറയുന്നതിനെ ഒന്നിനെയും ഞാൻ ഓൺ ചെയ്യുന്നില്ല, ഒരു സമുദായത്തിന്റെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കുത്തക അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഷാജൻ സ്കറിയെ തിരുത്തണമോ എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ, ഓപ്റ്റ് ചെയ്യാനുള്ള അവസരം പൊതുസമൂഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് പൊതുസമൂഹത്തിന്റെ ബാധ്യതയല്ല. നിയമപരമായ പ്രശ്നമുണ്ടെങ്കിൽ അതിൽ ഇടപെടുന്നുണ്ട്, സർക്കാർ ഇടപെട്ടിട്ടുണ്ട്, ഇടപെടേണ്ടവർ ഇടപെടുകയും ചെയ്യും. അതുപോലെ അല്ല വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ ഇന്നും പറയുന്നത് താനൊരു സമുദായത്തിലെ ആളാണ് എന്നുള്ളത് കൊണ്ടാണ് എന്നാണ്. ഒരു സാമുദായിക അസ്തിത്വം അവകാശപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രസ്താവനകൾക്ക് സമുദായത്തിൽ മറ്റൊന്നുണ്ട്. ഇനി വി.ഡി. സതീശൻ സമാനമായ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് പരാജയപ്പെട്ടിട്ടില്ല എന്ന്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭരണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു എന്ന് CPM പറഞ്ഞപ്പോൾ അവരങ്ങനെ തന്നെ വിലയിരുത്തണം, അതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സമാനമായ അർത്ഥത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ തുടർന്നാൽ ജനം തിരിച്ചു വിധി എഴുതും എന്ന അർത്ഥത്തിലാണ് വി.ഡി. സതീശന്റെ ആ പ്രതികരണം ഉണ്ടായത്. അത് അങ്ങേക്കറിയാഴികയല്ല, 2 തവണ ആവർത്തിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ എല്ലാ ദിവസവും ഇത് പറയണം, അങ്ങനെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം കലുഷിതമാകണം എന്ന ദുഷ്ടബുദ്ധി അങ്ങ് ആ പ്രസ്താവനയിൽ ആരോപിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങയുടെ രാഷ്ട്രീയം, അങ്ങയുടെ കാഴ്ചപ്പാട് എന്നത് ഞാൻ പറഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇടവേള. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് ശ്രീ കെ പി നൗഷാദ്, ഇത് നോക്കൂ, അങ്ങ് നേരത്തെയും പറഞ്ഞു, ഞാൻ ശ്രീ കെ പി നൗഷാദിലേക്കാണ് പോകേണ്ടതെന്ന് തോന്നുന്നു, അങ്ങനെയാണ് എൻ്റെ ബോധ്യം. മറ്റു പാനലിസ്റ്റുകൾക്ക് പരാതിയില്ലല്ലോ അല്ലേ? ഇല്ല. ഓക്കെ, ശ്രീ കെ പി നൗഷാദ് നോക്കൂ. അല്ലല്ല, ഒരു കാരണവശാലുമല്ല, അദ്ദേഹത്തിന്റെ അവസരം കഴിഞ്ഞത് അങ്ങ് എന്റെയിലേക്കാണ് വരേണ്ടത്. ശരി. ശ്രീ ജയ്ക്ക് നോക്കൂ, ഇപ്പോ കഴിഞ്ഞ കുറെ കാലങ്ങളായി കോൺഗ്രസ് പറയുന്നതും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നതും എല്ലാം ഒരൊറ്റ കാര്യമാണ്. ഞാൻ അതിനെ 77-ലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞുവെങ്കിലും പോയ കാലത്ത് ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ ന്യായീകരിക്കുകയും അവർക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് എന്നും അവരുടെ ഇടപെടലുകളെ കുറിച്ചും വ്യക്തമാക്കുന്ന പലതരത്തിലുള്ള വീഡിയോകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായിട്ടുണ്ട്. എന്തിനാ ദേശാഭിമാനിയുടെ മുഖപത്രം 90കളിലേത് വീണ്ടും വീണ്ടും കേരളം ആവർത്തിച്ച് വായിക്കുകയും ചെയ്തു. ആ നിലപാട് CPM തിരുത്തുന്നത് കാലികമാണ് എങ്കിൽ ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ ഒരു കാലത്ത് ഒരു രാഷ്ട്രീയപരമല്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ട് പിന്നീട് അത് മാറ്റുകയാണ് എങ്കിൽ, പക്ഷെ അതിലൊരു ക്ലാരിറ്റി വരുത്തണം. അതേ കാര്യം മുഖ്യമന്ത്രിയുടെ ഇങ്ങനെ താങ്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല, സ്വന്തം വാക്കുകളെയോ സ്വന്തം പാർട്ടിയുടെ ആശയ
ധാരകളെയോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തെയോ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ടോ റദ്ദ് ചെയ്തുകൊണ്ടോ അല്ല ഇന്നത്തെ രാഷ്ട്രീയം പറയേണ്ടത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതിൽ നിന്ന് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തു സംഭവിക്കും? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള CPM നിലപാട് മുമ്പ് സ്വീകരിച്ചതിൽ നിന്നും വ്യത്യസ്തമാണല്ലോ ഇപ്പോഴെന്നുള്ളതാണ്. ഞാൻ തീർച്ചയായിട്ടും അതിന്റെ മറുപടിയിലേക്ക് വരാം. എനിക്ക് കുറച്ച് സമയം അങ്ങ് ഇടപെടൽ രഹിതമായിട്ട് അനുവദിച്ച് നൽകണം. കാരണം ബഹുമാന്യനായ കോൺഗ്രസ് പ്രതിനിധി, അതോടൊപ്പം BJPയുടെ പ്രതിനിധി, അതോടൊപ്പം നമ്മുടെ സുന്നി പ്രതിനിധിയായി കൂടെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹപാനലിസ്റ്റ്, ഇവരോടൊക്കെ കുറഞ്ഞ കാര്യങ്ങൾ എനിക്ക് പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഞാൻ സൂചിപ്പിച്ചത്? ആദ്യം തന്നെ ചർച്ചയിൽ സൂചിപ്പിച്ച കാര്യത്തോട് കോൺഗ്രസിന്റെ പ്രതിനിധി, അദ്ദേഹം പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും നിർബന്ധമായും നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം എന്നേക്കാൾ എത്രയോ അനുഭവ സമ്പത്തുള്ള ആളാണ്, എന്നേക്കാൾ എത്രയോ ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം എന്റെ വിമർശനത്തോട്, എന്റെ അഭിപ്രായത്തോട് സ്വീകരിച്ച സമീപനം എന്താണ്? കൊജ്ഞാണൻ, താൻ തന്റെ വീട്ടിൽ പോയി പറയണോ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ആ പ്രതികരണങ്ങൾ കേട്ടിട്ടും അങ്ങ് ചൂണ്ടിക്കാണിച്ചിട്ടും നമ്മളെല്ലാവരും അതിനെ വിമർശിച്ചിട്ടും ഒരക്ഷരം കൊണ്ട് അതിനെ തിരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ? തയ്യാറായിട്ടില്ല. അപ്പോ കേരളത്തിൽ ചില ആളുകളെ കുറിച്ച് ചില നേതാക്കന്മാർ ഇപ്പൊ പറഞ്ഞതായി സൂചിപ്പിച്ചതുപോലെ അങ്ങ് കോൺഗ്രസിന്റെ അന്തസ്സ് സൂക്ഷിക്കുന്ന ഈ പ്രതികരണമുണ്ടല്ലോ, കോൺഗ്രസിന്റെ നിലവാരം ആകാശത്തോളം വലിപ്പമുള്ള ആ നിലവാരം തുറന്നു കാണിക്കുന്ന ഈ പ്രതികരണവുമായി അങ്ങും മാവേലിക്കര ജയിലിൽ കിടക്കുന്ന സംഘവും ഒക്കെ ഇങ്ങനെ തന്നെ തുടരണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഞാൻ അങ്ങേ വിമർശിച്ചില്ലല്ലോ. അങ്ങനെ താനെന്ന് വിളിച്ചപ്പോ, വീട്ടിൽ പോയി പറയാൻ പറഞ്ഞപ്പോ ഞാൻ ചർച്ച ബഹിഷ്കരിച്ചു പോയില്ലല്ലോ. കാരണം എന്താണ്? നിങ്ങൾ ഇതാണ് എന്നുള്ളത് മാതൃഭൂമിയുടെ പ്രേക്ഷകരും അന്തസ്സുള്ള കോൺഗ്രസ് അടക്കമുള്ള കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും വിലയിരുത്തട്ടെ, മനസ്സിലാക്കട്ടെ. ഇനി അദ്ദേഹത്തിന്റെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക് എന്താണ്? ഞാൻ തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടെ പറഞ്ഞു, 2006 സ്വന്തം മണ്ഡലത്തിലെ പറവൂരിൽ മനക്കപ്പടി സ്കൂളിൽ കേരളത്തിന്റെ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ഹിന്ദു സമുദായത്തിൽപ്പെട്ട മതനിരപേക്ഷവാദികളാണെന്ന് പുസ്തകമെഴുതി അവരെ കൊന്നുകളയണമെന്ന് ആഹ്വാനം ചെയ്ത ഗോൾവൽക്കറുടെ മുമ്പിൽ അവരുടെ ജന്മദിനം ആഘോഷിക്കാൻ, ക്യാമറാമാനോട് സൂം ചെയ്താൽ പറഞ്ഞു, ജന്മദിനം ആഘോഷിക്കാൻ കുനിഞ്ഞ് നിലവിളക്ക് കൊളുത്തുന്ന VD സതീശൻ ഒന്നാമത്തെ ചിത്രം. രണ്ടാമത്തെ ചിത്രം അദ്ദേഹം പറഞ്ഞ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പുസ്തക പ്രകാശനം. രണ്ടും രണ്ടാണ് കോൺഗ്രസ് നേതാവേ. അത് കേരളത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള കാലമല്ല, NVIDIAയുടെയും മറ്റ് കമ്പനികളുടെയും കാലമല്ല. 2006 ഗോൾവൽക്കറുടെ ജന്മദിനം ആഘോഷിക്കാൻ നിലവിളക്ക് കൊളുത്തുന്ന കേരളത്തിലെ നേതാവ് RSS അല്ല. നിർഭാഗ്യവശാൽ കേരളത്തിന്റെ LOP, നമ്മുടെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ, പ്രതിപക്ഷ നേതാവ്. രണ്ടാമത്തെ ചിത്രം പുസ്തക പ്രകാശനം. രണ്ടും രണ്ടാണ്. അപ്പോ അതിന് മറുപടി പറയണം. പിന്നെ ചരിത്രത്തിലെ ഒരു ഉദാഹരണം പറഞ്ഞു. ഞാൻ വേഗം ആ കാര്യം പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പൊക്കോളാം. ഏതാണ്? 77 അടിയന്തരാവസ്ഥ വിരുദ്ധ കാലയളവിൽ ജനതാ പാർട്ടി രൂപീകരിച്ചു. ജനസംഘത്തിന്റെ വോട്ട് വാങ്ങി. ഇല്ലേ? ജനസംഘം 77 ഉണ്ടോ? കാര്യഗൗരവത്തോടെ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ചരിത്രബോധമുള്ള ഏതെങ്കിലും ഒരാൾ, ഒരുവരെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ഏതെങ്കിലും ഒരാൾ കോൺഗ്രസ് ആഫീസിന്റെ ഏഴയലത്തുണ്ടെങ്കിൽ അയാളെ വിളിച്ച് ചോദിക്കണം, 77 ജനതാ പാർട്ടിയിൽ ജനസംഘം ഉണ്ടോ? ജനസംഘം പിരിച്ചുവിട്ടു. അടിയന്തരാവസ്ഥ വിരുദ്ധ കൂട്ടായ്മ എന്ന നിലയിൽ ജനതാ പാർട്ടി രൂപീകരിച്ചു. ആ ജനതാ പാർട്ടിക്കാണ് കേരളത്തിലെ ഇടതുപക്ഷം പിന്തുണ കൊടുത്തത്. അപ്പോഴോ ആ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആരാണെന്ന് അറിയാമോ? ആങ്കർക്ക് ഞാൻ ഓർമ്മിപ്പിക്കാം. അദ്ദേഹത്തിന്റെ പേരാണ് ഇന്ന് കണ്ണൂർ MP ആയിട്ടുള്ള K. സുധാകരൻ. ഇദ്ദേഹം പറയുന്നു ജനതാ പാർട്ടി RSS ആണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ആ ജനതാ പാർട്ടിയുടെ യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന പ്രസിഡന്റ് K. സുധാകരൻ, അയാൾ മത്സരിച്ച മണ്ഡലം, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? പിന്നെ ജനതാ പാർട്ടിയിൽ ജനസംഘത്തിന്റെ പ്രവർത്തകരുണ്ട്, RSS സംഘത്വമുണ്ട് എന്ന ആരോപണം ഉയർന്നു വന്നു. സുപ്രസിദ്ധമായ തെരഞ്ഞെടുപ്പാണ് 77 ശേഷമുള്ള തലശ്ശേരി ഉപതെരഞ്ഞെടുപ്പ്. തലശ്ശേരി ഉപതെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു? കേരളവും രാഷ്ട്രീയ ഇന്ത്യയും ശ്രദ്ധിച്ച പ്രഖ്യാപനം ഉണ്ടായി. RSS സംഘത്വമുള്ള ദ്വയാംഗത്വ പ്രശ്നം ഉയർന്നു വന്നു. RSS സംഘത്വമുള്ളവർ ജനതാ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ EMSന്റെ പ്രഖ്യാപനം എന്താണ്? ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ കേരളത്തിന്റെ മണ്ണിൽ ആ പ്രഖ്യാപനം ഉയർന്നു വരുന്നു. RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഇന്ന് വരെ ഞാൻ അങ്ങയെ ബഹുമാനത്തോടു കൂടെ വെല്ലുവിളിക്കുന്നു. അങ്ങ് സൂചിപ്പിച്ച പ്രയോഗമോ വീട്ടിൽ പോയി പറയാനോ താനൊന്നും അങ്ങേ വിളിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതാവ്, കേരളം പോട്ടെ, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതാവ് ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ട എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് ഇപ്പോഴെവിടത്തി നിൽക്കുന്നു? ആ വാചകം പറഞ്ഞ് കോൺഗ്രസ് പ്രതിനിധികളുടെ എന്റെ അഭിപ്രായം അവസാനിപ്പിക്കുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ തൃശ്ശൂരിൽ 8 കോൺഗ്രസ് പ്രതിനിധികൾ 4 പേരുള്ള BJPയിൽ ചേർന്ന് മറ്റത്തൂർ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കൈകോർക്കുന്നു. തൊട്ടപ്പുറ ചൊവ്വന്നൂരിൽ SDP കാരന്റെ കാല് പിടിച്ച് അവിടെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ മുന്നണി ഉണ്ടാക്കുന്നു. അതായത്
വർഗീയത പറയുന്ന ഏത് അലവലാതിയുടെയും കാല് കഴുകിയ വെള്ളം ഞങ്ങൾ കുടിക്കും എന്ന് പ്രഖ്യാപിച്ച് തെളിയിച്ചു തന്നതാരാണ്? ഈ കേരളത്തിലെ കോൺഗ്രസ് ആണ്. 977 നമ്മൾ ഒത്തുചേർന്ന 2026 ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം തീവ്രവാദത്തിന്റെ മുഖമായി SDP-യെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തും. ചൊവ്വന്നൂര് ഭൂരിപക്ഷ വർഗീയതയുടെ മുഖമായിട്ടുള്ള ഇന്ത്യൻ തീവ്രവാദികളായിട്ടുള്ള RSSന്റെ കാല് പിടിച്ച് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തും. മറ്റത്തൂര് മുതൽ ബീഹാർ വരെ ഇന്നലെ വിസ്മയം നടന്ന നാടാ. ആ വിസ്മയങ്ങളെ കുറിച്ചൊന്നും കോൺഗ്രസ് നേതാവ് അറിയുന്നില്ല. എന്നിട്ട് പറയുകയാണ് മതനിരപേക്ഷത. ഏത് ഗോൾവൽക്കറിന്റെ മുമ്പിൽ മുട്ടിലിടുന്നയാളുടെ മതനിരപേക്ഷത. രണ്ടാമത്തെ കാര്യം എന്താണ്? ബഹുമാനീയനായ നമ്മുടെ ഒറ്റക്കാരിയുടെ പറഞ്ഞ എന്റെ ഭാഗം അവസാനിപ്പിക്കാം. ഒറ്റക്കാരിയുടെ ബഹുമാനീയനായ BJP പ്രതിനിധി പറയുന്നു, ഈ കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ തരാതരം പോലെ മാറി ഈ മൈനോറിറ്റി അപ്പീസ്മെന്റ് നടത്തിയിട്ടില്ലേ? അല്ലേ? കൊള്ളാം, നല്ല വാദമാണ് ബഹുമാനപ്പെട്ട BJP നേതാവേ, നല്ല വാദമാണ്. കാശ്മീരിൽ സ്വന്തമായി അധികാരം പിടിക്കാൻ കഴിയാതെ വന്നപ്പോ PDPക്ക് പിന്തുണ കൊടുത്ത പാർട്ടിയാണ് അങ്ങേക്ക് പറയാമോ ബഹുമാനപ്പെട്ട ശ്രീ പത്മനാഭ? ആ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളതാണ്. കാശ്മീർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ PDPയുടെ പിന്തുണയും വാങ്ങി അവിടെ ഗവൺമെന്റ് രൂപീകരിച്ച നിങ്ങളാണോ ഞങ്ങൾക്കെതിരെ കുറ്റം പറയുന്നത്? നിങ്ങളാണോ ഏതെങ്കിലും ഒരു പ്രീണനത്തിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്? ചരിത്രത്തിൽ ഉദാഹരണങ്ങൾ പണം പടർത്തി നിൽക്കുന്നുണ്ട്. നിങ്ങൾ നടത്തിയിട്ടുള്ള നാഗപ്പൂർ നഗരസഭ നിങ്ങൾ എങ്ങനെയാ ഭരിച്ചുകൊണ്ടിരുന്നത്? ഈ തെരഞ്ഞെടുപ്പിലല്ല, ഇതിനു മുമ്പ് ചരിത്രത്തിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത തെരഞ്ഞെടുപ്പിൽ ഏതു പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചു? ഇല്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ഡൽഹിയിൽ വന്ന RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കണം. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ VP ശ്രീപത്മനാഭൻ നോക്കൂ. ശ്രീ VP ശ്രീപത്മനാഭൻ, അതായത് CPM-നെതിരെയും കോൺഗ്രസിനെതിരെയും സാമുദായിക പ്രീണനം. മാധവ് ഒരു മിനിറ്റ്. മാധവ് എന്റെ ഊഴമാണ്. മാധവ് ഒരു മിനിറ്റ്. എന്റെ ഊഴമാണ്. ഞാനാണ്. നിങ്ങൾ നേരത്തെ എന്റെ അടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. എന്റെ അല്ലല്ല, നിങ്ങളെ അല്ലല്ല, സമയമില്ല. നിങ്ങൾ എന്റെ അവസരം കിട്ടിയില്ലെങ്കിൽ അങ്ങ് പരാതി പറഞ്ഞോളൂ. നിങ്ങൾ അവഗണിക്കരുത്. എന്റെ ഊഴമാണ്. അല്ല, എന്റെ ഊഴമാണ്. പ്ലീസ് മാധവ്, അത് ശരിയല്ല. എന്റെ ഊഴമാണ്. നിങ്ങൾ നേരത്തെ എന്നെ വിട്ട് ജെയ്സി തോമസിന് അടുത്ത് പോയി. അല്ല, അങ്ങ് അത് തുടർച്ചയായതുകൊണ്ടാണ്. ഇത് രണ്ടാമത്തെ ഊഴമാണ്, അതുകൊണ്ടാണ്. അത് വിട്ടുപോയതല്ല, എന്റെ രണ്ടാമത്തെ അവസരമാണ്. അങ്ങയുടെ 2 അവസരവും കഴിഞ്ഞിരുന്നു. അദ്ദേഹം താമസിച്ചാണ് വന്നത്. അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ ശ്രീ നൗഷാദ് അലി. ഇത് നോക്കൂ. ശരി, ഞാൻ അങ്ങേക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ അങ്ങ് പറയൂ, ഞാൻ വരാം അങ്ങയിലേക്ക്. ശരിയല്ല, നിങ്ങൾ ചെയ്യുന്ന ശരിയല്ല. ഇത് ശരിയല്ല മാധു, ശരിയല്ല. ശരിയാണ്. വിമർശനം ഞാൻ ഏൽക്കുന്നു. അങ്ങേക്ക് സമയം ഞാൻ തരികയും ചെയ്യും. അവസരം തരണം. തീർച്ചയായും തരും. അതിൽ നിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങ് പരാതി പറയൂ, ഞാൻ വരാം. ശ്രീ VP ശ്രീപത്മനാഭൻ, CPM-നെതിരെയും കോൺഗ്രസിനെതിരെയും തരാതരം ഈ പറയുന്ന സാമുദായിക പ്രീണനം എന്ന ആരോപണം ഉന്നയിക്കുമ്പോഴാണ് ശ്രീ ജെയ്സി തോമസ് BJP-യെ കുറിച്ചുള്ള വിമർശനം കൂടി ഉന്നയിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലൊരു കാര്യം നടക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയാണ്. നേരത്തെ അങ്ങ് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ 0-ലെത്തിയത് മറ്റുള്ളതെന്ന്. BJP-ക്കെതിരെ സമാനമായ വിമർശനം അല്ലെങ്കിൽ പരിഹാസം ഇവിടെയും ഉന്നയിക്കാമല്ലോ. അപ്പൊ നിങ്ങൾക്കെതിരെയും ഉണ്ടാകുന്നുണ്ട് വിമർശനം. കേരളത്തിൽ നിങ്ങൾക്കത് അവകാശപ്പെടാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. അല്ല, ഞാൻ പറയുന്നത് എന്താ അറിയോ, ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി 1977 അല്ലെങ്കിൽ 75 മുതൽ 77 വരെയുള്ള കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു എന്നാണ്. ആ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭം ഞാൻ ചോദിക്കട്ടെ, ഞാൻ വളരെ ലളിതമായൊരു ചോദ്യം ചോദിക്കാം. വയനാട്ടിലെ ഒരാൾ, ഒരു RSSകാരൻ അല്ലെങ്കിൽ BJP-കാരൻ രാത്രി ഇരുട്ട് സമയത്ത് നടന്നു പോകുമ്പോൾ കടുവ പിടിക്കാൻ വന്നാൽ രക്ഷപ്പെടാൻ ഒരു തൊട്ടടുത്തൊരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ്റെ വീടാണെങ്കിൽ നമ്മൾ ഓടിക്കയറൂലേ? അവിടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതല്ലേ പ്രധാനം. അപ്പോൾ രാജ്യത്തിൻ്റെ ജനാധിപത്യം തകരുകയാണ്. പ്രതിപക്ഷ നേതാക്കന്മാരെയൊക്കെ പിടിച്ച് ജയിലിലിടുകയാണ്. പത്രങ്ങളൊക്കെ അടച്ചുപൂട്ടുകയാണ്. താങ്കൾ അന്ന് പത്രപ്രവർത്തകയല്ല. അന്നത്തെ പത്രപ്രവർത്തകനായിരുന്ന കുൽദീപ് നയ്യാറിൻ്റെ പുസ്തകം താങ്കൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്ന് വായിച്ചു നോക്കണം. ജയപ്രകാശ് നാരായണൻ്റെ പ്രിസൺ ഡയറി ഒന്ന് വായിച്ചു നോക്കണം. ദി വേൾഡ് അറൗണ്ട് മീ ലൈസ് ഷാറ്റേഡ്. ഐ ഡോണ്ട് ഡ്രീം ടു സീ ഇറ്റ് പുട്ട് ടുഗദർ അഗെയിൻ. മേ ബി മൈ നീസസ് ആൻഡ് നെവ്യൂസ് മേ സീ ഇറ്റ് മേ ബി എന്നാണ് ജയപ്രകാശ് നാരായണൻ എഴുതിയത് പ്രിസൺ ഡയറിയിൽ. അപ്പോൾ ആ ഒരു കാളരാത്രി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി രാജനെ ഒരു നാടകം കളിച്ചു എന്നതിൻ്റെ പേരിൽ കൊണ്ടുപോയി ഇടിച്ച് കൊന്ന് കലക്കി ചുട്ട് കരിച്ച് കലക്കി കക്കയത്തെ ഒരക്കൊണ്ട് കൊണ്ട് തള്ളിയ കാലം. രാജ്യം മുഴുവൻ പ്രതിപക്ഷ യുവജന നേതാക്കന്മാർ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ പലരും ഇവിടെ ഒരു ദിവസം കാണാണ്ടായിട്ടുണ്ട്. പിന്നെ അവർ ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. ഇതൊക്കെ ഒരു കുടുംബത്തിന് വേണ്ടി ചെയ്തപ്പോൾ ഈ രാജ്യത്തുള്ള പൗരന്മാർ അവർ പാർട്ടി നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ഒരുമിച്ച് നിന്നു. ഈ ലാൽകൃഷ്ണ അഡ്വാനി പറഞ്ഞൊരു കാര്യമുണ്ട്, പൊളിറ്റിക്സിൽ ഒപ്പോണൻസേ ഉള്ളൂ, ശത്രുക്കളില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരനും ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഒക്കെ രാജ്യത്തിനൊരു പ്രശ്നം വന്നാൽ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. ചൈന നമ്മളെ ആക്രമിക്കുമ്പോൾ, പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, അങ്ങനെ അടിയന്തരാവസ്ഥയോടും പ്രതികരിക്കണം. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കോൺഗ്രസ്സുകാർക്കില്ല. കാരണം ഒക്കെ അടച്ചുപൂട്ടി താക്കോല് ഇന്ദിരാഗാന്ധി അരെ തിരികെ പോയതാ. മനസ്സിലാക്കണം കോൺഗ്രസ്സുകാരാ, നിങ്ങൾ ചെയ്തത്ര പാതകം ബ്രിട്ടീഷുകാർ പോലും ചെയ്തിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ പേര് പറഞ്ഞ ഒരു കുടുംബം ഈ രാജ്യത്തെ കൊള്ളയടിച്ചവരാണ് നിങ്ങൾ. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തുറങ്കിലടിച്ചവരാണ് നിങ്ങൾ. ഈ രാജ്യത്തെ ശ്രീ കെ പി നൗഷാദിൽ അങ്ങേക്ക് എളുപ്പമായി തോന്നുന്നു ഞാൻ അങ്ങയിൽ നിന്ന് ശ്രീ വി പി ശ്രീപത്മനാഭനിലേക്ക് പോയത്, കാരണം ഒരുമിച്ച് മറുപടി പറയാലോ. മാധു, ഇവിടെ എനിക്ക് സഖാവ് ജവാദ് എന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം പണ്ട് ഈ നായനാർ അമേരിക്കയിൽ പോയിട്ട് വന്നപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ബന്ധപ്പെട്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അത് അദ്ദേഹം എങ്ങാനും കേട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സതീശന്റെ സറ്റയർ മനസ്സിലാകാത്ത അദ്ദേഹം വല്ലതൊക്കെ പറഞ്ഞേനെ. പക്ഷെ അന്നൊന്നും അദ്ദേഹം അത്ര വലിപ്പം വെക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പ്രായം കുറച്ചായതുകൊണ്ട്, ഇങ്ങനെ ചാനൽ ചർച്ചയിലൊന്നും വരാത്തതുകൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് എന്തു മറുപടി പറയാനാണ്? പിന്നെ ഇവിടെ കേരള മുസ്ലിം ജമാഅത്തും സമസ്ത കേരള ജമിയത്തുൽ ഉലമയൊക്കെ മഹത്തായ പ്രസ്ഥാനങ്ങളാണ്. അതിനെയൊക്കെ പ്രതിനിധീകരിച്ച് ഇങ്ങനെയുള്ള സഖാക്കൾ വന്ന് വ്യക്തിവിരോധവും പിന്നെ അൺപാർലമെന്ററി ആയ വാദങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾക്കെതിരെ പ്രയോഗിക്കുക. അതുമാത്രമല്ല, സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് അനൗചിത്യപൂർവ്വം പ്രസംഗിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം എവിടുത്തെ പ്രതിനിധിയാണെന്ന് എനിക്കറിയില്ല. സഖാവ് ജവാദ് അല്ലല്ല, അയാൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു മിനിറ്റ്. പിന്നെ ഇവിടെ CPM-ന്റെ പ്രതിനിധി പറയുകയാണ് 977 ജനതാ പാർട്ടിയിൽ ജനസംഘമില്ല എന്ന്. ഇത്രയൊക്കെ ചരിത്രബോധവും വിവരമൊക്കെ ഉള്ള ആളുകളോട് എന്തു പറയാനാണ്? അപ്പൊ അത്തരം അന്തസ്സാര ശൂന്യതയൊക്കെ തള്ളിക്കളയുക എന്നതിനെ കുറിച്ച് പറയാനില്ല. മറ്റൊരു കാര്യം പലരും പല പാർട്ടിയിലും ഉണ്ടാവും. കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ അവിടെ കെ വാസു ആരായിരുന്നു? ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കിയ കെ വാസു ആരായിരുന്നു? പൂർവ്വകാല പശ്ചാത്തലം എടുത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം സുഹൃത്തെ? ആളുകൾ പല പാർട്ടിയിലുണ്ടാവും. ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിലുണ്ട്. അല്ല, അത് താനൊരു ചാനൽ നടത്തിയിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ പറയാം. അല്ല, നിങ്ങൾ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ജനസംഘം പിരിച്ചുവിട്ടത് എന്താണ് എന്ന PSC ചോദ്യത്തിന് ഉത്തരം പറയുക എന്നുള്ളതല്ല. ഇത് നോക്കൂ, മനുഷ്യനെ ജനാധിപത്യ വിരുദ്ധമായി വ്യക്തിനിക്ഷേപം മാത്രം അഡ്രസ് ചെയ്യാൻ കഴിയില്ല. ഇത് ശരിയല്ല മാധോ. എനിക്ക് അങ്ങയോട് പറയാനുള്ളതും അതാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഫാനലിസ്റ്റിനെ, അത് ഇന്ത്യൻ നിരീക്ഷകൻ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ശ്രീ ജവാദിനെ സഖാവ് ജവാദ് എന്ന് വിളിക്കുന്നത്? അടിസ്ഥാനപരമായി മനുഷ്യനോടുള്ള ബഹുമാനം ശേഷം രാഷ്ട്രീയം. അടിസ്ഥാനപരമായി മനുഷ്യനോടുള്ള ബഹുമാനം ശേഷം രാഷ്ട്രീയം. അതാണ് നില. അല്ലല്ല, സഹപാനലിസ്റ്റുകളെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രതിനിധീകരിക്കാൻ മഹത്തായ സുന്നി പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കാൻ ഇത്തരത്തിലുള്ള പാർട്ടി അടിമകൾക്ക് ജനങ്ങളുടെ ക്വാളിറ്റി അളക്കുന്ന യന്ത്രം എന്നിട്ട് ബാലൻസുകളെ തീരുമാനിക്കാം. ഇത് എന്തൊരവസ്ഥയാണ്? മനുഷ്യരെ അധിക്ഷേപിക്കാം. എന്നിട്ട് താങ്കൾ പറയുന്നത് മാത്രമാണ് നേരത്തെ എന്താ പറഞ്ഞല്ലോ, എന്താ അന്തസാരമുള്ള വാക്കുകൾ എന്ന് പറയാം. അങ്ങ് മാത്രം ഫുൾ ക്വാളിറ്റി ഉള്ള, മറ്റുള്ളവരൊക്കെ മോശമാണ്. ശ്രീ നൗഷാദ് അലി, മോശമാണ്, നിർവാഹമില്ല. ഓക്കെ, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. ഈ വിഷയം എന്ന് പറയുന്നത് ഒരു മഹത്തായ വേദിയിൽ നിന്ന് കേരളത്തിലെ സാമൂഹ്യ സൗഹാർദ്ദ അന്തരീക്ഷത്തെക്കുറിച്ച് വരുന്ന ചില വിമർശനങ്ങളും ചില കാര്യങ്ങളെയും കുറിച്ചുള്ളതാണ്. അതിന് ചരിത്രമുണ്ട്, സ്വാഭാവികമായും അത് വിഷയമാവുകയും ചെയ്യും. പക്ഷെ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, നമുക്ക് ചരിത്രവും വർത്തമാനവും രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്യാം, എങ്ങനെ ജനാധിപത്യപരമായി. വളരെയധികം നന്ദി.